ക്രാഷ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. നിങ്ങളുടെ 4ാമത്തെ യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. ഒരു വിമാനാപകടത്തിൽ നിന്നും എങ്ങനെയാണ് ഐതിഹാസികമായിട്ട് ഒരാൾ രക്ഷപ്പെട്ടത് എന്നുള്ളതിന്റെ ഒരു ഓർമ്മക്കുറിപ്പാണ് ഈ ഒരു കഥ. അപ്പൊ നമുക്ക് ആരാണ് ഓഥർ എന്ന് ആദ്യം പരിചയപ്പെട്ടാലോ? അപ്പൊ ലെറ്റ്സ് ഗോ ടു ദി ഓഥർ. Julian Diller, born on 10th October 1954, alias Juliane Margaret Kopke, is a German biologist born in Peru. പെറുവിൽ ജനിച്ച ഒരു ജർമ്മൻ ബയോളജിസ്റ്റ് ആണ് ജൂലിയൻ ഡില്ലർ. ജൂലിയൻ ഡില്ലർ ഏലിയാസ് ജൂലിയൻ മാർഗരറ്റ് കോപ്കി. അപ്പം ഏലിയാസ് എന്ന് പറഞ്ഞാൽ അഥവാ. ഇപ്പൊ സാഗർ ഏലിയാസ് ജാക്കി എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഏലിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഥവാ എന്നാണ് അർത്ഥം. അപ്പോൾ ജൂലിയൻ ഡില്ലർ ജൂലിയൻ മാർഗരറ്റ് കോപ്കി എന്നും അറിയപ്പെടുന്നുണ്ട്. അവർ ജനിച്ചത് ബോൺ ഓൺ 10th October 1954, 1954 ഒക്ടോബർ 10-ാം തീയതിയാണ് അവർ ജനിച്ചത്. ആൻഡ് ഷീ ഈസ് എ ജർമ്മൻ ബയോളജിസ്റ്റ്. And she is best known as a sole survivor among 92 passengers and crew in the 24 December 1971 crash of Lanza Flight 508 in the Peruvian rainforest. ഡിസംബർ 24-ാം തീയതി 1971 ഡിസംബർ 24-ാം തീയതി ലാൻസ ഫ്ലൈറ്റ് 508 എന്ന് പറയുന്ന ഒരു വിമാനം യാത്ര ചെയ്യുകയുണ്ടായി. അതിനകത്ത് അവർ യാത്ര ചെയ്യുകയുണ്ടായി ഇൻ ദ പെറൂവിയൻ റെയിൻ ഫോറസ്റ്റ്. അത് പക്ഷേ യഥാർത്ഥത്തിൽ പെറൂവിയൻ റെയിൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ മഴക്കാടുകൾ. അപ്പോൾ പെറുവിലെ ഒരു റെയിൻ ഫോറസ്റ്റിൽ അത് തകർന്നടിയുകയും അതിനകത്ത് 92 പാസഞ്ചേഴ്സിലെ 92 യാത്രക്കാരിലെ സോൾ സർവൈവർ, ഏക രക്ഷപ്പെട്ട ഒരാളാണ്, അതിജീവനം നടത്തിയ. സർവൈവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിജീവിക്കുക. അതിനെ അതിജീവിച്ച ആ ഒരു പ്ലെയിൻ ക്രാഷിനെ അതിജീവിച്ച ഏക യാത്രക്കാരിയാണ് ജൂലിയൻ ഡില്ലർ. ആൻഡ് ഹർ മെമ്മയർ, അവരുടെ ഓർമ്മക്കുറിപ്പ്. മെമ്മയർ എന്ന് പറഞ്ഞാൽ ഓർമ്മക്കുറിപ്പ്. വെൻ ഐ ഫെൽ ഫ്രം ദ സ്കൈ, അതാണ് അവരുടെ ഓർമ്മക്കുറിപ്പിൻ്റെ പേര് കേട്ടോ. വെൻ ഐ ഫെൽ ഫ്രം ദ സ്കൈ ഇറ്റ്സ് എൻ ഇൻ്റർനാഷണൽ ബെസ്റ്റ് സെല്ലർ. ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞാൽ ആഗോള തരത്തിൽ ഏറ്റവും നല്ല ഒരു രചനയായിട്ട് ഒരുപാട് വിറ്റഴിക്കപ്പെട്ടിട്ടുള്ളൊരു പുസ്തകമായിരുന്നു അത്. ആൻഡ് ഇറ്റ്സ് എ ഗ്രിപ്പിംഗ് അക്കൗണ്ട് ഓഫ് എ ഹാരോയിങ് അഡ്വഞ്ചർ. അവരുടെ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, ഭയങ്കര ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള, ഭയങ്കര ബുദ്ധിമുട്ടേറിയിട്ടുള്ളൊരു ജീവിതത്തിൻ്റെ, അതേപോലെ തന്നെ ഇൻസ്പയറിങ് ലൈഫായിരുന്നു. എന്ന് വെച്ചാൽ എല്ലാവരെയും ഏതൊരു ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിലും നമുക്ക് അതിജീവിക്കാൻ സാധിക്കുമെന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമായിരുന്നു അവരുടെ വെൻ ഐ ഫെൽ ഫ്രം ദ സ്കൈ എന്ന് പറയുന്ന മെമ്മയർ. അതിനകത്തെ ഒരു ചെറിയ ഭാഗമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഓഥറിനെ പരിചയപ്പെട്ടല്ലോ. അപ്പൊ നമുക്ക് നോക്കാം. ദി ജംഗിൾ എയർ ക്രാഷ് ബൈ ജൂലിയൻ കോപ്കി. I have always enjoyed flying. ഞാൻ ഇന്നും പറക്കുക എന്നുള്ളത് വളരെയധികം എൻജോയ് ചെയ്തിരുന്നു, വളരെയധികം ആസ്വദിച്ചിരുന്നു. ഐ ഹാവ് ഓൾവേസ് പറഞ്ഞാൽ എന്നും, എൻജോയ് എന്ന് പറഞ്ഞാൽ ആസ്വദിക്കുക, ഫ്ലൈ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പ്ലെയിനിൽ പോവാ. ഓക്കെ. മൈ മദർ ആൻഡ് ഐ ബോർഡഡ്. എന്റെ അമ്മയും ഞാനും മൈ മദർ ആൻഡ് ഐ ബോർഡഡ്. ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് പ്ലെയിൻ ബുക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ ബോർഡ് ചെയ്യാന്ന് പറയുന്നത്. അതിനകത്തേക്ക് നമ്മൾ കയറിയിരിക്കുക എന്നുള്ളത്, പ്ലെയിനിൽ കയറിയിരിക്കുക. ബോർഡഡ് ലാൻസ എയർലൈൻസ് ഫ്ലൈറ്റ് 508. ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുള്ള ഫ്ലൈറ്റിന്റെ പേരെന്താണ്? ലാൻസ എയർലൈൻസ് ഫ്ലൈറ്റ്. ഓക്കെ, അതാണ് ഫ്ലൈറ്റിന്റെ പേര്, ലാൻസ എയർലൈൻസ് ഫ്ലൈറ്റ് 508. ഓക്കെ. And I had just finished a secondary school in Lima. ഞാൻ ഇപ്പൊ എന്റെ സെക്കൻഡറി സ്കൂൾ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. സെക്കൻഡറി സ്കൂൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഹൈസ്കൂൾ ലെവലാണ്. അപ്പം ഹൈസ്കൂൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടേ ഉള്ളൂ ഇൻ ലിമയിൽ വെച്ചിട്ടാണ് ഞാൻ എന്റെ പഠനം പൂർത്തിയാക്കിയത്. ആൻഡ് വി വാണ്ടഡ് ടു സ്പെൻഡ് ക്രിസ്മസ് വിത്ത് മൈ ഫാദർ ഇൻ അവർ ജംഗിൾ ഹട്ട്. ആൻഡ് വി വാണ്ടഡ്, ഞങ്ങൾക്ക് വേണമായിരുന്നു. വാണ്ട് എന്ന് പറഞ്ഞാൽ വേണം. വി വാണ്ടഡ് ടു സ്പെൻഡ് എന്ന് പറഞ്ഞാൽ ചിലവഴിക്കാം. അപ്പൊ ഞങ്ങൾക്ക് ചിലവഴിക്കണമായിരുന്നു ദിസ് ക്രിസ്മസ്. അപ്പം ഈ ഒരു ക്രിസ്മസ് കാലഘട്ടം, ഈ ഒരു ക്രിസ്മസ് വെക്കേഷൻ ഞങ്ങൾക്ക് ആരുമായിട്ട് ചിലവഴിക്കണമായിരുന്നു? വിത്ത് മൈ ഫാദർ ഇൻ അവർ ജംഗിൾ ഹട്ട്. അവിടെ ഒരു കാട്ടിൽ ഒരു കുഞ്ഞ് ഹട്ട് എന്ന് പറഞ്ഞാൽ കുടില്, ഒരു കുഞ്ഞു കുടിലില് താമസിക്കുന്നുണ്ട് ഞങ്ങളുടെ ഫാദർ, എന്റെ ഫാദർ. അപ്പൊ ഞങ്ങളുടെ ഫാദറിന്റെ അടുത്തേക്ക്, അതായത് അമ്മയാണ്, എന്റെ ഫാദറിന്റെ അടുത്തേക്ക് ഞങ്ങൾക്ക് പോകണമായിരുന്നു ഈ ഒരു ക്രിസ്മസ് വെക്കേഷൻ ആഘോഷിക്കാൻ. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു ഫ്ലൈറ്റ് എന്ത് ചെയ്തത്, ബുക്ക് ചെയ്തത്. ആൻഡ് മൈ ഡാഡി ആൻ എക്കോളജിസ്റ്റ്. എന്റെ അച്ഛൻ എന്ന് പറയുന്നത് ഒരു എക്കോളജിസ്റ്റ് ആണ്.
എക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ പരിസ്ഥിതി ശാസ്ത്രജ്ഞനാണ്. ഇങ്ങനെ മണ്ണിനെ പറ്റിയിട്ടും പ്രകൃതിയെ പറ്റിയിട്ടും ഒക്കെ ഗവേഷണം നടത്തുന്ന ആളാണ്. ആൻഡ് മൈ മദർ ഓർണിത്തോളജിസ്റ്റ്, അമ്മയാണെങ്കിലോ ഒരു പക്ഷി നിരീക്ഷകയുമാണ്. അപ്പൊ അത് സയന്റിഫിക് ആയിട്ട് പഠിക്കുന്ന ആളുകളാണ് അവർ രണ്ടുപേരും. ആൻഡ് ഹാഡ് പ്രൊഫസർഷിപ്സ് അറ്റ് സാൻ മാർക്കോസ് യൂണിവേഴ്സിറ്റി ഇൻ ലിമ. ലിമയിലെ സാൻ മാർക്കോസ് യൂണിവേഴ്സിറ്റിയിലാണ് രണ്ടുപേരും പ്രൊഫസേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പം അച്ഛനും അമ്മയും ഇതുപോലെ പ്രകൃതിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ജോബാണ് ചെയ്യുന്നത്. ആൻഡ് we spent a lot of time in the jungle where they carried out research. അവർക്ക് റിസർച്ച് ഉണ്ടാവുന്ന സമയത്ത് മുഴുവനും എനിക്കിങ്ങനെ ഒരു വെക്കേഷൻ കിട്ടുമ്പോഴോ എന്റെ ക്ലാസ് ഒക്കെ കഴിയുമ്പോഴൊക്കെ ഞാൻ നേരെ പോകുന്നത് ഇതേപോലെ ഇവരുടെ ആ ഒരു കാട്ടിലേക്കാണ്. അവരവിടെ ഒരു കുടില് കെട്ടിയിട്ടാണ് താമസിക്കുന്നത്. എന്ന് വെച്ചാൽ ഇത്രയും റിസർച്ചിനൊക്കെ അതല്ലേ സൗകര്യപ്രദം. അപ്പൊ അവിടേക്കാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, ട്രിപ്പ് പോകുന്നത്. അപ്പൊ അതിന്റെ ഒരു എൻജോയിങ് മൂഡിലാണ് നമ്മുടെ എഴുത്തുകാരിയായിട്ടുള്ള ജൂലിയൻ കോപ്റ്റി ഉള്ളത്. ഓക്കെ, ഇനി എന്ത് സംഭവിച്ചു നോക്കിയാലോ. I was sitting in the third row of seats from the rear next to the window. ജനലിനരികിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ മൂന്നാമത്തെ നിരയിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഓക്കെ, മൂന്നാമത്തെ റോയിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ആൻഡ് മദർ സാറ്റ് ബിസൈഡ് മീ. ബിസൈഡ് എന്ന് പറഞ്ഞാൽ എന്റെ അരികെ. എന്റെ അമ്മ എന്റെ തൊട്ടരികെയുള്ള സീറ്റിലുണ്ട്. ആൻഡ് എ മാൻ വി ഡിഡ്ന്റ് നോ ഓൺ ദ ഏരിയ. അടുത്ത ഒരു സ്ഥലത്ത് എന്ന് വെച്ചാൽ തൊട്ടപ്പുറത്തെ സീറ്റിൽ 3 സീറ്റായിരിക്കും ഇങ്ങനെ ഉണ്ടാവുക അല്ലെ. അപ്പൊ 3 സീറ്റിൽ മൂന്നാമത്തെ സീറ്റിൽ ആരോ അറിയാത്ത ഏതൊരു സ്ട്രേഞ്ചർ, ഞങ്ങൾക്കറിയില്ല ആരോ ഉണ്ട്. അത് ഒരു ടിക്കറ്റിനനുസരിച്ചാണല്ലോ. ആൻഡ് എവറിത്തിങ് സീംഡ് ക്വൈറ്റ് നോർമൽ. എല്ലാം ഒരു സാധാരണഗതിയിൽ. കാരണം ഞങ്ങൾ ആദ്യമായിട്ടൊന്നും അല്ല പ്ലെയിനിൽ പോകുന്നത്, ആദ്യമായിട്ടല്ല വെക്കേഷൻ ആഘോഷിക്കാൻ പോകുന്നത്. അപ്പൊ ഒക്കെ ഒരു സാധാരണ ലെവൽ തന്നെയാണ് ഞങ്ങൾക്ക് തോന്നിയത്. എല്ലാം സാധാരണ പോലെയായിരുന്നു. ടേക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ പ്ലെയിൻ എടുത്തു. പ്ലെയിൻ ഇങ്ങനെ മുകളിലേക്ക് പോകാൻ തുടങ്ങി. And they climb over the snow-covered Andes, break fast, the smiling stewardess and the green jungle stretching east to the horizon. അപ്പൊ നോക്കൂ, എല്ലാം ഒരു ക്വൈറ്റ് നോർമൽ ആയിരുന്നു. എന്തൊക്കെയാണ് ദ ടേക്ക് ഓഫ്, ഫ്ലൈറ്റ് എടുക്കുന്നത്. ഞാൻ ഇതിനു മുമ്പ് കണ്ടതുപോലെ തന്നെ വിമാനം ഇങ്ങനെ പൊക്കി എടുത്തു. ആൻഡ് ദ ക്ലൈംബ് ഓവർ ദ സ്നോ കവേർഡ് ആൻഡീസ്. ആൻഡീസ് പർവ്വതനിരയുടെ മുകളിലുള്ള മഞ്ഞുകളിലൂടെ, അല്ലെങ്കിൽ ആ മഞ്ഞിന്റെ ഒരു മഞ്ഞ് പുതച്ച ക്ലൗഡിന്റെ മുകളിലേക്ക് ഈ ഒരു പ്ലെയിൻ ഇങ്ങനെ പോയി. അതൊക്കെ സാധാരണ രീതിയിൽ തന്നെ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടി, ഞങ്ങള് പ്രഭാത ഭക്ഷണം കഴിച്ചു. ആൻഡ് സ്മൈലിംഗ് സ്റ്റുവാർഡസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ ഉള്ള നമുക്കറിയാലോ എയർ ഹോസ്റ്റസസ് എന്നൊക്കെ നമുക്ക് പറയാം. എയർ ഹോസ്റ്റസ് ഉണ്ടായിരുന്നു. അങ്ങനെ ആളുകളൊക്കെ നമ്മുടെ സർവീസിന് വേണ്ടിയിട്ട് നിൽക്കുന്ന ആളുകളാണ്. അവര് വന്നു, നല്ല സ്മൈലിംഗ് ആണ്, അവരെപ്പോഴും ചിരിച്ച് പ്ലസന്റ് ആയിട്ടാണ്. അപ്പൊ അവരൊക്കെ വന്നു, സാധാരണ രീതിയിലെല്ലാം കഴിഞ്ഞു. Then the green jungle stretching east to the horizon. അകലേക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പച്ച നിറത്തിൽ കാണുന്ന അങ്ങനെ ചക്രവാളം, ഹൊറൈസൺ എന്ന് പറഞ്ഞാൽ ചക്രവാളമാണ്. അപ്പം അങ്ങനെ അകലേക്ക് കണ്ണ് എത്താത്തിടത്തോളം നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പച്ചപ്പ്, എല്ലാം ഭംഗിയായിട്ട് അങ്ങനെ നടക്കുന്നുണ്ട്. ആൻഡ് people were reading or chatting. ആളുകൾ ഇങ്ങനെ പരസ്പരം സംസാരിക്കുന്നു. ചാറ്റിംഗ് എന്ന് പറഞ്ഞാൽ സംസാരിക്കുന്നു. അതേപോലെ തന്നെ മറ്റുള്ള ആളുകൾ പത്രം വായിക്കുന്നു. ആൻഡ് everyone was in a holiday mood. എല്ലാവരും ഒരു ഹോളിഡേ മൂഡിലാണ്. കാരണം ക്രിസ്മസ് വെക്കേഷൻ ആണ് വരുന്നത്. ക്രിസ്മസ് അടിപൊളിയാക്കണം, ഫാമിലിയുടെ അടുത്ത് റീജോയിൻ ചെയ്യണം. അപ്പൊ എല്ലാവരും നല്ല പ്ലസന്റ് ആയിട്ടിരിക്കുന്ന കുറെ ആളുകൾ. അതായിരുന്നു ആ കാഴ്ച ഉണ്ടായിരുന്നത്. ആൻഡ് in clear weather, the flight from Lima to Pucallpa is one of the most beautiful in the world. നിങ്ങൾക്ക് അറിയോ, ഈ ലോകത്തിലെ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സീനറി, ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ലിമയിൽ നിന്നും പുകാൽപ്പയിലേക്കുള്ള ആ ഒരു ഫ്ലൈറ്റിൽ പോകുന്ന യാത്രയാണ്. ആ ഒരു വിമാനയാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ അനുഭവിച്ചതിൽ വെച്ച് ഏറ്റവും ഗ്രേറ്റ് ആണ്. ബട്ട് 13 minutes after takeoff, when we were over the jungle, visibility diminished. പക്ഷേ ഏകദേശം 30 മിനിറ്റ് ആയിട്ടുണ്ടായിരിക്കും. ഞങ്ങള് ഫ്ലൈറ്റ് ഓപ്പൺ ചെയ്ത്, ഫ്ലൈറ്റ് തുടങ്ങി ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞൊരു 30 മിനിറ്റ് ആയിട്ടുണ്ടായിരിക്കും. ഏകദേശം അരമണിക്കൂറായ സമയത്ത് when we were over the jungle, ഞങ്ങൾ കാടിന് മുകളിലാണ്. അപ്പൊ ആ കാടിന് മുകളിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് വിസിബിലിറ്റി ഡിമിനിഷ്ഡ്, ഞങ്ങൾക്ക് കാഴ്ച പെട്ടെന്ന് മങ്ങിയ പോലെ. ഡിമിനിഷ് എന്ന് പറഞ്ഞാൽ മങ്ങി 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 പോവാ. അപ്പൊ പെട്ടെന്ന് മുമ്പിലുള്ള ഒരു കാര്യവും കാണാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വന്നു. And then all of a sudden we hit
We hit a storm front, and this time it was completely different from anything I had experienced before. Broad daylight turned to night around us. At the same time, an invisible power began to shake our airplane as if it were a plaything. And you know guys, all of a sudden, വളരെ പെട്ടെന്ന് തന്നെ ഒരു ഹിറ്റിംഗ് സൗണ്ട് നമ്മളവിടെ ഒരു വീഡിയോയിൽ കണ്ടു അല്ലെ, ഭയങ്കരമായിട്ടുള്ള ഒരു ഹിറ്റിംഗ് സൗണ്ട്, ഒരു ഹിറ്റിംഗ് സ്റ്റോം അവിടെ സംഭവിച്ചു. അതിനുശേഷം ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ഫ്രം എനിത്തിങ് ഐ ഹാഡ് എക്സ്പീരിയൻസ്ഡ് ബിഫോർ. ഞാൻ ഇതിനു മുമ്പേ അനുഭവിച്ചിട്ടുള്ളതിൽ വെച്ച് ഇതുപോലെയുള്ള ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. കംപ്ലീറ്റ്ലി ഡിഫറെന്റ്, വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു, വളരെ ഇതുവരെ അപ്രതീക്ഷിതമായിട്ടുള്ളൊരു സംഭവമായിരുന്നു പിന്നീട് അവിടെ അരങ്ങേറിയത്. And broad daylight turned to night around us. ഇതുവരെ ഞങ്ങളെല്ലാം പച്ച വെളിച്ചം, നല്ല പകൽ വെളിച്ചം ഉണ്ടായിരുന്നു. വളരെ പെട്ടെന്ന് അതൊരു നൈറ്റിലേക്ക് എത്തിയ പോലെയായി. വളരെ പെട്ടെന്ന് ഇരുട്ടിലേക്ക് ഞങ്ങളെ കൂപ്പുകുത്തിച്ചു. And lightning were flashing incessantly from all directions. എല്ലാ ഭാഗത്തു നിന്നും ഭയങ്കരമായിട്ട് ഇടിമുഴക്കവും അതുപോലെ തന്നെ ലൈറ്റനിങ് എന്ന് പറഞ്ഞാൽ മിന്നൽ പിണരുകൾ ഇങ്ങനെ വരുന്നത് പോലെ ഞങ്ങൾക്ക് തോന്നി. ചുറ്റിനും പ്രകാശം ഇങ്ങനെ കത്തി ജ്വലിക്കാൻ തുടങ്ങി. All directions, എല്ലാ വശത്തു നിന്നും. At the same time, an invisible power began to shake our airplane. പെട്ടെന്ന് ഏതോ ഒരു അദൃശ്യ ശക്തി, ഇതുവരെ കാണാത്ത ഏതോ ശക്തി ഞങ്ങളുടെ പ്ലെയിനെ എടുത്ത് അമ്മാനമാടുന്നത് പോലെ, ഒരു പ്ലേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കളിപ്പാട്ടം പോലെ അതിനെ എടുത്ത് അമ്മാനമാടുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. At the same time, an invisible power began to shake our airplane as if it were a plaything, ഒരു കളിപ്പാട്ടം എന്ന രീതിയിൽ. People cried out as objects fell on their heads. ആളുകൾ കരയാൻ തുടങ്ങി. അവരുടെ തലയ്ക്ക് മുകളിലൂടെ ഓരോ സാധനങ്ങളൊക്കെ വന്ന് വീഴാൻ തുടങ്ങി. മുകളിൽ വെച്ചിട്ടുള്ള റാക്കുകളിൽ നിന്നും മറ്റു ഭാഗങ്ങളിൽ നിന്നൊക്കെ ഓരോരോ സാധനങ്ങൾ ആളുകൾ ഇങ്ങനെ cried out, കരയാൻ തുടങ്ങി. And people cried out as objects fell on their heads. Bags, flowers, packages, toys, jackets and clothing rained down hard on us. എല്ലാ ഫ്ലവേഴ്സും അതുപോലെ എല്ലാ സാധനങ്ങളും, ബാഗ്സും പാക്കേജസും ടോയ്സും ജാക്കറ്റ്സും, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ കാണാൻ വേണ്ടി പോകുമ്പോൾ വാങ്ങിക്കൂട്ടിയിട്ടുള്ള സാധനങ്ങൾ മുഴുവനും ഞങ്ങളുടെ തലയ്ക്ക് മുകളിലൂടെയും അതിലൂടെ ഇതിലൂടെ ഒക്കെ ഇങ്ങനെ സൈഡിലൂടെ എല്ലാം വരാൻ തുടങ്ങി. ഞങ്ങളെ ഹിറ്റ് ചെയ്യാൻ തുടങ്ങി, വെച്ചാൽ വേദനിപ്പിച്ചത്. മുകളിൽ നിന്ന് താഴേക്ക് വീഴുമ്പോൾ നമുക്കറിയാം അല്ലെ, നല്ല വേദന എടുക്കാൻ തുടങ്ങി. And sandwich trees and bags soared through the air. കാറ്റ് ഇങ്ങനെ എയറിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സാൻഡ്വിച്ചിന്റെ ഓരോ കാലിയായിട്ടുള്ള പാക്കേജസും അതുപോലെയുള്ള സാധനങ്ങൾ, കനം കുറഞ്ഞ വസ്തുക്കളൊക്കെ ഇങ്ങനെ പാറി കളിക്കുന്നത് പോലെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. എന്നിട്ടോ sandwich trees and bags soared through the air. People were frightened. ആളുകൾ എല്ലാവരും frightened എന്ന് പറഞ്ഞാൽ ഭയപ്പെട്ടിരുന്നു. And they screamed and started to cry. ആളുകൾ അലറി വിളിച്ച് കരയാൻ തുടങ്ങി. എല്ലാവരും ജീവന് വേണ്ടി കരയാൻ തുടങ്ങി. Outside, പുറത്തേക്ക് നോക്കിയാലോ, I saw a sort of bright yellow flame shooting from the right wing. പുറത്തേക്ക് ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ അതാ വലതുവശത്തെ ചിറകിൽ നിന്നും മഞ്ഞ വെളിച്ചം, മഞ്ഞ നിറത്തിലുള്ള ഒരു ലൈറ്റ് പെട്ടെന്ന് ഇങ്ങനെ കത്തി ജ്വലിക്കുന്നത് എനിക്ക് കാണാൻ സാധിച്ചു. അത് വിമാനം കത്തി അമരാൻ തുടങ്ങുകയാണ്. I saw a sort of bright yellow light. ഒരു ഫ്ലെയിം എന്ന് പറഞ്ഞ തീജ്വാല, മഞ്ഞ നിറത്തിലുള്ള ഒരു തീജ്വാല ഇങ്ങനെ റൈറ്റ് സൈഡിൽ നിന്നും ഇങ്ങനെ ഉയർന്നു പോകുന്നത് ഞാൻ കണ്ടു. റൈറ്റ് വിങ് എന്ന് പറഞ്ഞാൽ വലതുവശത്തെ ആ ഒരു ചിറകില്. And I was blinded by that blazing light. അത് കണ്ടതോട് കൂടിയിട്ട് എനിക്കാകെ ബ്ലൈൻഡഡ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ കണ്ണ് അന്ധത മൂടിയതുപോലെയായി. While at the same time I heard my mother saying quite calmly. എന്റെ അമ്മ വളരെ ശാന്തയായിക്കൊണ്ട് എന്തോ സംസാരിക്കുന്നത് എനിക്ക് കേൾക്കാമായിരുന്നു. Now it's all over. എല്ലാം കഴിഞ്ഞു, എല്ലാം അവസാനിച്ചു എന്ന് അമ്മ പറയുന്നത് ഞാനിങ്ങനെ കേട്ടു. കാമല എന്ന് പറഞ്ഞാൽ വളരെ ശാന്തമായിക്കൊണ്ട്. An instant later, ഒരു നിമിഷത്തിന് ശേഷം, there was a violent shaking and I found myself outside the plane. ഒരൊറ്റ നിമിഷത്തിന് ശേഷം വയലന്റ് ഷേക്കിംഗ്, വളരെ ഭയങ്കര ഭീകരമായിട്ടുള്ള ഒരു ഷേക്കിംഗ് സംഭവിച്ചു. ആടി ഉലയാൻ തുടങ്ങി, ഞങ്ങളെല്ലാം ആടി ഉലയാൻ തുടങ്ങി. എന്നിട്ടോ ആൻഡ് ഐ ഫ്ലൈഡ് ഔട്ട്സൈഡ് ദ പ്ലെയിൻ. ഞാൻ എന്റെ ആ ഒരു പ്ലെയിനിൽ നിന്ന് ഞാൻ പുറത്തേക്ക് തെറിച്ച് വീണതുപോലെ എനിക്ക് തോന്നി. അപ്പാർട്ട് ഫ്രം ഇറ്റ് സ്റ്റിൽ സ്ട്രൈപ്ഡ് ഇൻ ടു മൈ സീറ്റ്. പക്ഷെ ഞാൻ എങ്ങനെ താഴോട്ട് വീണതെന്നറിയോ? ഫ്ലൈങ് അപ്പാർട്ട് ഫ്രം ഇറ്റ്, ഞാൻ
ഫ്ലൈറ്റിൽ നിന്നും പുറത്തേക്ക് ഇങ്ങനെ താഴേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ ആ ഇരുന്ന കസേരയോട് കൂടിയിട്ടാണ് ഞാൻ വീണത്. അപ്പൊ ബെൽറ്റ് ഒക്കെ വെച്ചിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ കസേരയോട് കൂടിയിട്ടാണ് ഞാൻ താഴേക്ക് വീഴുന്നത്. ഫ്ലൈങ് അപ്പാർട്ട് ഫ്രം ഇറ്റ് സ്റ്റിൽ സ്ട്രേപ്പഡ് into my seat, but I was alone I was feeling. ഒറ്റയ്ക്കായിരുന്നു ഞാൻ, ആരും എന്റെ കൂടെ ഉണ്ടായിരുന്നില്ല. ഞാൻ ഒറ്റയ്ക്ക് ആ ആകാശത്ത് നിന്നും താഴേക്ക് ഇങ്ങനെ ആ കസേരയോട് കൂടി തന്നെ താഴേക്ക് വീഴുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. താഴേക്ക് ഞാൻ ഇങ്ങനെ പതിക്കുകയാണ്. ഞാൻ നോക്കുമ്പോ അതൊരു തീജ്വാല മാതിരി വിമാനം മുകളിലേക്ക് കിടന്നിട്ട് പൊട്ടിത്തെറിക്കാനുള്ള ഒരു ആരംഭമാണ്. തീജ്വാല ഇങ്ങനെ കത്തി അമരുന്നുണ്ടായിരുന്നു. സോ ദാറ്റ് ഈസ് ദി എക്സ്പീരിയൻസ് ഹാപ്പൻ ഫോർ ജൂലി ആൻഡ് കോപ്റ്റി. അപ്പൊ നമുക്കിനി ബാക്കി എന്ത് സംഭവിച്ചു എന്നറിയണ്ടേ? കൂട്ടുകാർക്ക് താല്പര്യം ഉണ്ടാവില്ലേ? അപ്പൊ നമുക്ക് നോക്കാം ബാക്കി എന്താണ് ജൂലിയാണ് സംഭവിച്ചത്. I can remember turning over and over in the air. എനിക്കിപ്പോഴും ഓർത്തെടുക്കാൻ സാധിക്കുന്നുണ്ട്. ടേണിങ് ഓവർ ആൻഡ് ഓവർ. ഞാൻ ഇങ്ങനെ തിരിഞ്ഞ് ആകാശത്തെ കാറ്റത്ത് ഇങ്ങനെ എയറിൽ വായുവിലൂടെ ഞാൻ ഇങ്ങനെ തിരിഞ്ഞ് മറിഞ്ഞ് താഴോട്ട് വീഴുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. I remember thinking that the jungle trees below look like cauliflowers. താഴേക്ക് നോക്കിയപ്പോ താഴെ കാണുന്ന ആകാശത്തിൽ നിന്നും താഴേക്ക് നോക്കുന്ന സമയത്ത് കാണുന്ന കാട്ടില് മുഴുവനുള്ള ട്രീസ് ഒക്കെ കോളിഫ്ലവേഴ്സ് പോലെ അത്രയും വലിപ്പം കുറഞ്ഞിട്ടുള്ള ചെറിയ ചെറിയ മുകുളങ്ങളായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കോളിഫ്ലവേഴ്സ് ആണോ താഴെയുള്ളത് എന്ന് എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. then I lost consciousness. പിന്നെ എനിക്ക് എന്റെ ബോധം നഷ്ടപ്പെട്ടു. പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാനിങ്ങനെ ടേൺ ചെയ്തു വരുന്നതും താഴേക്ക് നോക്കുമ്പോൾ കാണുന്നതും ഒക്കെ എനിക്ക് ഓർമ്മയുണ്ട്. താഴേക്ക് എത്തി എന്റെ കോൺഷ്യസ്നെസ് നഷ്ടപ്പെട്ടു, എന്റെ ബോധം നഷ്ടപ്പെട്ടു. It was still night when the rain woke me up. എപ്പോഴാണോ മഴ പെയ്തിട്ട് ഞാൻ ഇങ്ങനെ എഴുന്നേറ്റത് ആ സമയത്ത് ചുറ്റും ഇരുട്ടായിരുന്നു, രാത്രിയായിരുന്നു. It was night. രാത്രിയായിട്ടുണ്ടായിരുന്നു. When the rain woke me up. മഴയാണ് എന്നെ വിളിച്ചുണർത്തിയത്. മഴ ഇങ്ങനെ കണ്ണിലേക്ക് വീണു. അപ്പൊ എനിക്ക് ചെറിയൊരു ബോധം വീണ് കിട്ടി. And I was lying under a section of 3 seats turned upside down. അപ്സൈഡ് ഡൗൺ എന്ന് പറഞ്ഞാൽ തല കുത്തനെ കിടക്കുന്നത്. 3 സീറ്റ്സ്, 3 സീറ്റുകളാണല്ലോ പ്ലെയിനിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ആ പ്ലെയിനിൽ ആ സീറ്റോട് കൂടിയിട്ടാണ് കുട്ടി താഴോട്ട് വീണത് നമുക്കറിയാം. അപ്പം 3 സീറ്റും ഇങ്ങനെ അപ്സൈഡ് ഡൗൺ ആയിട്ട് കിടക്കുന്നതിനടുത്തുനിന്നാണ് ഞാൻ എഴുന്നേറ്റ് വരുന്നത്. അതിന്റെ അടിയിലായിരുന്നു ഞാൻ കിടന്നത്. ആൻഡ് I was lying എന്ന് പറഞ്ഞാൽ കിടക്കുക. Under a section of 3 seats turned upside down. തല തിരിഞ്ഞു കിടക്കുന്ന 3 സീറ്റുകൾക്കടിയിലായിരുന്നു ഞാനിങ്ങനെ കിടന്നുകൊണ്ടിരുന്നത്. And there was no sign of my mother. എഴുന്നേറ്റ് ഞാൻ ചുറ്റും നോക്കി. എങ്ങും എന്റെ അമ്മയുടെ ഒരു ശബ്ദവും കേട്ടില്ല. അമ്മയെ കാണാനില്ല. Of any other passengers. മറ്റൊരു പാസഞ്ചേഴ്സിനെ എനിക്ക് കാണാൻ സാധിച്ചില്ല. ഒരു യാത്രക്കാരെയും കാണാൻ സാധിച്ചില്ല. All of the plane. മാത്രല്ല ഞാൻ നോക്കിയപ്പോ അവിടെ എവിടെയും പ്ലെയിനും കാണാനില്ല. ഞങ്ങൾ വന്നിരുന്ന ആ ഒരു വിമാനവും കാണാനില്ല. എന്ത് സംഭവിച്ചു എന്ന് ഒരു നിമിഷം എനിക്ക് മനസ്സിലായില്ല. All I could hear were frogs croaking. ഞാനിങ്ങനെ ശ്രദ്ധിച്ചു നോക്കിയപ്പോ കേൾക്കാൻ കഴിയുന്നത് മുഴുവനും തവളകളുടെ കരച്ചിലുകളായിരുന്നു. And the rain. മാത്രല്ല നന്നായിട്ട് മഴ പെയ്യുന്നതിന്റെ ശബ്ദവും. I had a bump on my head and a gash in my foot. I had a bump. ബമ്പ് എന്ന് പറഞ്ഞാൽ തല ഇങ്ങനെ ഇടിച്ചിട്ട് ഒരു മുഴച്ച് വന്നിട്ടുണ്ട്. ഒരു മുറിവ് പോലെ ഇങ്ങനെ പഴുത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഒരു ബമ്പ്, ഒരു ഇടി വന്നിട്ട്. On my head and a gash in my foot. എന്റെ കാലിങ്ങനെ പൊള്ളി മുറിയായതുപോലെ ഒരു മുറിവും കാലിനടിയിലുണ്ട്. I felt no pain. എനിക്ക് വേദനയൊന്നും തോന്നിയില്ല. But I couldn't muster the energy to move and look round. പക്ഷെ എനിക്ക് എഴുന്നേൽക്കാനോ ചുറ്റുമൊന്ന് നോക്കാനോ കൂടിയുള്ള ധൈര്യമോ എനർജിയോ കിട്ടിയില്ല. എനിക്ക് വേദനയൊന്നും ഫീൽ ചെയ്തില്ല. കാരണം നമുക്ക് അങ്ങനെയാണല്ലേ, നമ്മൾ പെട്ടെന്നൊരു ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നമുക്ക് പെട്ടെന്നൊരു അപകടം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് അതിന്റെ ഒരു ഫീലിംഗ് വരില്ല. കുറച്ചേരം കഴിഞ്ഞാലാണ് വേദന വരിക. അതുവരെ നമ്മളൊരു തരിപ്പിലായിരിക്കും, അല്ലെ, ഒരു ഷോക്കിലായിരിക്കും. Thus I spent the whole night lying under the seat, half asleep in shock. Thus എനിക്ക് എഴുന്നേൽക്കണം എന്നുണ്ട്, പക്ഷെ സാധിക്കുന്നില്ല ശരീരം കൊണ്ട്. പക്ഷെ എനിക്ക് വേദനയൊന്നും വരുന്നില്ല. Thus I spent the whole night. ആ രാത്രി മുഴുവനും ഞാൻ ആ കിടന്ന കിടപ്പിൽ തന്നെ ഇങ്ങനെ കിടന്നു. Under the seat, half asleep in shock. ഞാൻ ആകെ ഒരു മരവിച്ച ഷോക്ക് ആയിട്ടുള്ളൊരു അവസ്ഥയിലായിരുന്നു. ഞാൻ ആകെ ഞെട്ടിത്തെറിച്ച് ആ ഒരു കിടത്ത അങ്ങനെ കിടന്നു. The next morning, പിറ്റേന്ന് രാവിലെ, I crawled out slowly because everything swarmed easily before me.
ഐ ക്രോൾഡ് ഔട്ട്. ഞാൻ പതുക്കെ പതുക്കെ ഇഴഞ്ഞിങ്ങനെ നീങ്ങി വരാൻ തുടങ്ങി, സ്ലോലി, ബിക്കോസ് എവറിത്തിങ് സ്വാം ദിസ്ലി ബിഫോർ മീ. എന്റെ മുമ്പിലുള്ളതൊന്നും തന്നെ എനിക്ക് ഓരോന്നായിട്ട് കണ്ടുപിടിക്കണമായിരുന്നു അല്ലെ. അപ്പൊ ഞാനിങ്ങനെ ഇഴഞ്ഞിങ്ങനെ നീങ്ങാൻ തുടങ്ങി. I saw a small package and opened it. ഞാൻ ചെറിയൊരു പാക്കേജ് കണ്ടു, ചെറിയൊരു ബോക്സ് കണ്ടു. എന്നിട്ട് ഞാനത് തുറന്നു നോക്കി. It contained some sweets and a Christmas cake. അതിനകത്ത് നോക്കിയപ്പോ കുറച്ച് മധുര പലഹാരങ്ങൾ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഒരു ക്രിസ്മസ് കേക്കും അതിനകത്ത് ഉണ്ടായിരുന്നു. ഐ ടേസ്റ്റഡ് എ കേക്ക് ആൻഡ് ഡ്രോപ്ഡ് ഇറ്റ്. ഞാൻ ആ കേക്ക് കഴിച്ചു നോക്കി, എന്നിട്ട് താഴേക്ക് ഇട്ടു. കാരണം എന്താ, കുറെ ദിവസമായിട്ടുണ്ട് അതിനകത്തത് കേട് വന്നിട്ടുണ്ട് അല്ലേ. ഇറ്റ് വാസ് സോക്കിംഗ് വെറ്റ് ആൻഡ് റിവോൾട്ടിങ്. അതെന്ന് പറഞ്ഞാല് കേട് വന്ന് മഴ നനഞ്ഞാൽ ആകെ കേട് വന്നിട്ടുള്ള ഒരു കേക്കായിരുന്നു. Then I picked up a long stick with which to prod the ground to avoid snakes. എന്നിട്ടോ അതിനുശേഷം ഞാൻ അവിടെ കിടന്ന ഒരു വലിയ മുട്ടൻ വടിയെടുത്തു. എന്ന് വെച്ചാൽ അവിടെ പാമ്പുകളൊക്കെ ഉണ്ടായിരിക്കും, അപ്പൊ പാമ്പിനൊക്കെ ഓടിക്കാൻ വേണ്ടിട്ട് ഒരു വടി ഞാൻ എടുത്തു. എന്നിട്ടോ പോയിസണസ് സ്പൈഡേഴ്സ് ആൻഡ് ആൻഡ്സ്. അവിടെ എനിക്കറിയാം അവിടെ എന്തുണ്ട്, വിഷം ഇറ്റുന്ന സ്പൈഡേഴ്സ്, ചിലന്തികളും അതുപോലെ തന്നെ വിഷം ഉള്ള ആൻഡ് എന്ന് പറഞ്ഞ ഉറുമ്പുകളും ഉണ്ട് എന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു വടി കയ്യിൽ കരുതി. എന്നിട്ടോ my parents had taught me about the perils of the jungle in years we had lived in it. എന്റെ അച്ഛനും അമ്മയും എനിക്ക് കാടിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണകൾ തന്നിട്ടാണ് വളർത്തിയത്. കാട്ടിൽ എങ്ങനെ നമ്മൾ ജീവിക്കണം എന്നുള്ളത് അച്ഛന്റെ അമ്മയുടെ ലൈഫിൽ നിന്ന് ഞാൻ കണ്ടു പഠിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ആ കുട്ടി പെട്ടെന്ന് വടിയെടുത്തത്. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും അല്ലേ, നമ്മളാണെങ്കിൽ അന്തം വിട്ട് അവിടെ ഇരിക്കും. ഞാനൊക്കെ ആണെങ്കിൽ ഒറ്റ ഷോക്കില് അവിടുത്തെ മരിച്ച വീടാണ് ഉണ്ടാവുക. ആൻഡ് that it is not the big animals that are the most dangerous, but the snakes and the insects. അപ്പൊ നമ്മൾ പേടിക്കേണ്ടത് വലിയ വലിയ ജീവികളെ അല്ല. നമുക്ക് കാട്ടിൽ പോയി കഴിഞ്ഞാൽ സിംഹം ഉണ്ടാവോ അല്ലെ, അതൊക്കെയാണ് പേടി. പുലി ഉണ്ടാവോ, കടുവ ഇറങ്ങുമോ, ഇതൊക്കെയാണ് നമുക്ക് പേടി. പക്ഷെ ഇവര് പറഞ്ഞത് കറക്റ്റ് ആണ്. കാട്ടിൽ ചെല്ലുമ്പോ വലിയ വലിയ ജീവികളെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഓടി രക്ഷപ്പെടുകയെങ്കിലും ചെയ്യാം. പക്ഷെ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ജീവികൾ നമ്മൾ നടക്കുന്നതിനിടയ്ക്ക് ഉണ്ടാവും, അവയ്ക്ക് നല്ല വിഷവും ഉണ്ടായിരിക്കും. അപ്പൊ അതിനെയൊക്കെ ഓടിക്കാൻ വേണ്ടിയിട്ട് ഒരു വടി അവര് കയ്യിൽ കരുതി. ആൻഡ് feeling ahead with the stick, I started looking for my mother. എന്റെ കയ്യിൽ ആ സ്റ്റിക്ക് ഉണ്ട് അല്ലെ. ആ സ്റ്റിക്ക് പിടിച്ചിട്ട് എനിക്ക് ഇങ്ങനെ നടക്കാനും സാധിക്കുന്നുണ്ട്. കാരണം എന്താ, എന്റെ കാലിലൊന്നും വയ്യ. അപ്പൊ ഞാനിങ്ങനെ എഴുന്നേഞ്ഞ് നീങ്ങാണ്. അപ്പൊ ഒരു വടി കിട്ടിയപ്പോ ഇങ്ങനെ പിടിച്ച് നീക്കാനൊക്കെ ആയി. I started looking for my mother. ഞാൻ എന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിലുകൾ ആരംഭിച്ചു. I was so dizzy that after each step I had to rest. ഞാൻ ഭയങ്കരമായിട്ട് ക്ഷീണിതനായി. ഡിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആകെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ആഫ്റ്റർ റീച്ച് സ്റ്റെപ്പ്, ഒരടി നടന്നു കഴിഞ്ഞിട്ട് എനിക്ക് ഇരിക്കേണ്ടിയിരുന്നു. കാരണം എന്താ, ഞാൻ ആകെ കുഴങ്ങിയിട്ട് എനിക്കൊന്ന് അല്ലെങ്കിൽ നടക്കാൻ പോലും സാധിക്കുന്നില്ല. ആഫ്റ്റർ അവേഴ്സ് ഓഫ് വാക്കിംഗ് അറൌണ്ട്, ഞാൻ മണിക്കൂറുകളോളം ഇങ്ങനെ പതുക്കെ എഴുന്നേറ്റ് നടന്നു നോക്കി. എന്നിട്ടോ ഐ ഹേർഡ് ജെന്റിൽ സ്പ്ലാഷിംഗ് നിയർ ബൈ ആൻഡ് ഡിസ്കവേർഡ് എ ടൈനി ബ്രൂക്ക്. അപ്പോഴാണ് ഞാൻ അടുത്ത് എന്തോ ഒരു സ്പ്ലാഷിംഗ് സൗണ്ട് കേൾക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ വെള്ളം ഇങ്ങനെ അലയടിക്കുന്നത് പോലെ ഒരു ശബ്ദം എനിക്ക് കേൾക്കാൻ, ഒരു ഗുളുഗുളു അല്ലെ, ഒരു ശബ്ദം കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ഐ ഫൈൻഡ് ഔട്ട് എ ടൈനി ബ്രൂക്ക്. ചെറിയൊരു അരുവി, ചെറിയൊരു നീർച്ചോല ഞാൻ കണ്ടുപിടിച്ചു. ആൻഡ് മൈ പാരന്റ്സ് ഹാഡ് impressed on me that when lost in the jungle one should always look for streams. അപ്പോ എന്നോട് എന്റെ അച്ഛനും അമ്മയും പറഞ്ഞു തന്നിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, കാട്ടിൽ വെച്ചിട്ട് എവിടെയെങ്കിലും നിനക്ക് വഴി തെറ്റിപ്പോയിട്ടുണ്ട് എങ്കിൽ നീ എന്ത് ചെയ്യണം, അവിടെയുള്ള ഏതെങ്കിലും അരുവി കണ്ടുപിടിക്കണം. എന്നിട്ട് ആ അരുവിയെ ഫോളോ ചെയ്താൽ മതി, നിനക്ക് കറക്റ്റ് സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ പറ്റും എന്ന് അച്ഛനും അമ്മയും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ when you lost in the jungle, നിനക്ക് കാട്ടിൽ വെച്ച് വഴി തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഫോളോ ദി ചെറിയ ചെറിയ സ്ട്രീംസ് അല്ലെ, ചെറിയ ലാർജ് സ്ട്രീംസ്, അതുപോലെ തന്നെ വലിയ സ്ട്രീമുകൾ, വലിയ അരുവികളെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം, ആദ്യം വെള്ളക്കെട്ടുകളെ ഇങ്ങനെ എന്ത് ചെയ്യാ, നീരൊഴുക്കിനെ നീ ഫോളോ ചെയ്യുമെന്ന് അച്ഛനും അമ്മയും പറഞ്ഞ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആൻഡ് റിവേഴ്സ് ആർ വാട്ട് ദ റോഡ്സ് ആർ ഹിയർ. കാട്ടിലെ റോഡുകളാണ് യഥാർത്ഥത്തില്, കാട്ടിനുള്ളിലെ റോഡുകളാണ് ഈ റിവറുകൾ എന്ന് വെച്ചാൽ പുഴകൾ എന്ന് പറയുന്നത് കാട്ടിലെ റോഡുകളാണ് എന്നാണ് അച്ഛനമ്മയും പറഞ്ഞിട്ടുള്ളത്. ആൻഡ്
the Indian tribes and the white plantation people live on their banks. അപ്പൊ പറഞ്ഞു തന്നിരിക്കുന്നത് എന്താ, ഇന്ത്യൻസ് അതുപോലെ തന്നെ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളൊക്കെ ഇതുപോലെ റിവർ ബാങ്കുകളിലാണ്. അവരുടെ സംസ്കാരം ഉടലെടുത്തിട്ടുള്ളത് ഇതുപോലെ നദീതടങ്ങളിലാണ് എന്ന് അച്ഛനും അമ്മയും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വൈറ്റ് പ്ലാന്റേഷൻ പീപ്പിൾ, വെള്ളക്കാരായിട്ടുള്ള പ്ലാന്റേഷൻ പീപ്പിൾ. പ്ലാന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വലിയ തോതിൽ ഭൂമി വെട്ടിപ്പിടിക്കുകയും അവിടെ കൃഷി നടത്തുകയും അങ്ങനെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളൊക്കെ തന്നെയും താമസിക്കുന്നത് ഇത്തരത്തിലുള്ള പുഴക്കരകളിലാണ് കുഞ്ഞെ എന്ന് അച്ഛനും അമ്മയും പറഞ്ഞു തന്നിട്ടുണ്ട്. Rivers in the tropical forest of Peru meander and circle. പക്ഷെ പെറുവിന്റെ ഒരു ഭൂഘടന വെച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് അവിടുത്തെ ട്രോപ്പിക്കൽ ഫോറസ്റ്റുകളിലൊക്കെ തന്നെയും കാണുന്ന പുഴകളൊക്കെ ഇങ്ങനെ സർക്കുലർ ആകൃതിയിലുള്ളതാണ്. അപ്പൊ അതിനെ ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാല് വൺ ക്യാൻ വാക്ക് ഫോർ കിലോമീറ്റേഴ്സ് അലോങ് എ ബാങ്ക് ആൻഡ് ഓൺലി അഡ്വാൻസ്ഡ് 100 meters ടുവാർഡ് വൺസ് ഡെസ്റ്റിനേഷൻ. അപ്പൊ നമുക്കൊരു ഡെസ്റ്റിനേഷൻ ഉണ്ട്, നമ്മൾ ആ വഴിയിലൂടെ ഇങ്ങനെ പോവാണെന്നുണ്ടെങ്കിൽ ആ പുഴകളൊക്കെ ഒരു സർക്കുലർ ആകൃതിയിലുള്ളതാണ്. നമ്മൾ ചെന്ന സ്ഥലത്ത് തന്നെ വീണ്ടും എത്തും. എന്നിട്ട് കറങ്ങി കറങ്ങി കുറെ കിലോമീറ്റർ നടന്നു കഴിഞ്ഞാലേ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തുള്ളൂ. അതൊരു പെറുവിന്റെ നദികളുടെ ഒരു പ്രത്യേകതയാണ് എന്ന് കുഞ്ഞിനെ അറിയാം. അങ്ങനെ ആ കുട്ടിക്ക് അറിയാം ആ കാര്യം. ഓക്കെ, പക്ഷെ എനിക്ക് എപ്പോഴും ഞാനിങ്ങനെ നടന്ന് സ്ട്രീമിന്റെ ഓരത്തുകൂടി ഇങ്ങനെ നടന്നു പോകുമ്പോ എപ്പോഴും സ്റ്റേ എന്ത് ചെയ്യണം, സ്ട്രീമിന്റെ അടുത്ത് ഇങ്ങനെ നിൽക്കേണ്ടതായിട്ട് വന്നു. കാരണം എന്താ, എനിക്ക് അങ്ങോട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം വളരെ കുറവായിരുന്നു. Its banks were overgrown with tangled vines. ചുറ്റും നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് ഭയങ്കരമായിട്ട് കാട് പിടിച്ച് കിടക്കുകയാണ്. മുന്നില് വള്ളികളും പടർപ്പുകളും എല്ലാം ആണ്. എനിക്ക് മുന്നോട്ടുള്ള പ്രയാണം വളരെ ദുസ്സഹമായിരുന്നു. Making every step arduous. Sometimes I had to wade through the water because huge rounded tree trunks barred my ways. It was slow going. അപ്പൊ മേക്കിംഗ് എവറി സ്റ്റെപ്പ് ആർഡേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഓരോ അടി ഞാൻ ഇങ്ങനെ സ്റ്റെപ്പ് വെച്ച് നടക്കുമ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ബാങ്കുകളുടെ റിവർ ബാങ്ക് എന്ന് പറഞ്ഞാൽ ഈ പുഴക്കരകളിലൂടെ ഇങ്ങനെ പോകുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിരുന്നു മുന്നോട്ട് പോകാനുള്ള പ്രയാണം എന്ന് പറയുന്നത്. സംടൈംസ് ഐ ഹാഡ് ടു വെയ്റ്റ് ത്രൂ ദ വാട്ടർ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഇവിടെ കാട് പിടിച്ച് കിടക്കുകയാണെങ്കിൽ ഞാൻ വെള്ളത്തിൽ ഇറങ്ങി ഇങ്ങനെ പതുക്കെ നടക്കും. അപ്പൊ അത്രയും ദൂരം കുഴപ്പമില്ല. അങ്ങനെയാണ്. ആൻഡ് ഐ ഹാഡ് ടു വെയ്റ്റ് ത്രൂ ദ വാട്ടർ ബിക്കോസ് ഹ്യൂജ് റോഡഡ് ട്രീ ട്രങ്ക്സ് ബാഡ് മൈ വേ. എന്റെ വഴി മുഴുവൻ തടസ്സപ്പെടുത്തിക്കൊണ്ട് വലിയ ഉണങ്ങി കിടക്കുന്ന വലിയ മരങ്ങള്, വീണ് കിടക്കുന്ന മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് സ്ലോ ഗോയിങ്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന പോലെ എനിക്ക് നടന്ന് എത്താൻ സാധിച്ചിട്ടില്ല. വളരെ സ്ലോ ആയിട്ട് വളരെ പതുക്കെയായിരുന്നു ഞാനിങ്ങനെ നടന്നത്. ഉള്ള വഴി കൂടെ ഞാനിങ്ങനെ കാട്ടിലൂടെ ഇങ്ങനെ നടക്കും, അല്ലാത്ത സമയത്ത് പുഴയിൽ ഇറങ്ങി നടക്കും, വീണ്ടും ഒരു കര കാണുമ്പോൾ അതിനകത്ത് കയറി ഇങ്ങനെ നടക്കും. അങ്ങനെ വളരെ ദുസ്സഹമായിട്ടുള്ള ഒരു യാത്രയായിരുന്നു അത്. നൈറ്റ്സ് ഇൻ ദ ജംഗിൾ ആർ അട്രാക്റ്റീവ് ഓൺലി ഇൻ ഫിലിംസ്. അതേ കൂട്ടുകാരെ, ഒരു കാര്യം പറയട്ടെ, രാത്രികൾ എന്ന് പറയുന്നത്, കാടുകളിലെ രാത്രികളൊക്കെ നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് സിനിമകളിൽ മാത്രമേ അട്രാക്റ്റീവ് ആയിട്ടുള്ളൂ, വളരെ രസകരമായിട്ട് നമുക്ക് തോന്നുള്ളൂ. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല കേട്ടോ. ഇൻ റിയൽ ലൈഫ് ദേ ആർ ഫ്രൈറ്റനിങ്. യഥാർത്ഥ ജീവിതത്തിൽ അത്രയും ഭയപ്പെടുത്തുന്ന മറ്റൊന്നും തന്നെയില്ല. There was always a wrestling somewhere. Snakes. എപ്പോഴും നമുക്കിങ്ങനെ ഒരു റെസ്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, പരസ്പരമുള്ള തല്ല്, ഭയങ്കര ഒരു അടികളൊക്കെയാണ് നടത്തുന്നത്. എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ അവിടെ ആരോ തമ്മിൽ യുദ്ധം നടക്കുന്നത് പോലെ, ശബ്ദം ഉണ്ടാക്കുന്നത് പോലെ, ആരോ തമ്മിൽ ഇങ്ങനെ അടി നടക്കുന്ന പോലെ നമുക്ക് തോന്നും. സ്നേക്സ് ആണോ, എന്താ ശബ്ദം, എന്താണത് അറിയില്ല. Something was crawling over my legs. എന്റെ കാലുകൾക്കിടയിലൂടെ എന്തൊക്കെയോ എഴഞ്ഞു പോകുന്നതൊക്കെ എനിക്ക് കാണാൻ പറ്റും. ടാരാന്റുല, അതൊരു ടാരാന്റുലയായിരുന്നു. Even the air seemed poisoned by decaying trees. I slept fitfully. Even the air seemed poisoned by decaying trees. അപ്പൊ നശിച്ചുകൊണ്ടിരിക്കുന്ന കുറെ ട്രീസ് ഒക്കെ ഉണ്ട്. ആ ട്രീസിൽ നിന്നൊക്കെ പുറത്തേക്ക് വരുന്ന ഓരോരോ വാതകങ്ങൾ കാരണം പോയിസണസ് ആയിട്ടുള്ള ഒരു എയർ തന്നെയായിരുന്നു ചുറ്റുണ്ടായിരുന്നത്. അതായത് കാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ ഭംഗിയില്ല, നമുക്ക് എപ്പോഴും പോയിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ട് നമുക്ക് ഒരിക്കലും തോന്നൂല. ഞാൻ അത്രയും ഫ്രൈറ്റനിങ് ആയിരുന്നു. ആൻഡ് ഐ സ്ലെപ്റ്റ് ഫിറ്റ്ഫുള്ളി. ഞാൻ വളരെ പേടിച്ച് വളരെ ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു. എന്നിട്ട് ഞാനിങ്ങനെ ക്ഷീണം കൊണ്ട് പലയിടത്തും കിടന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ട്. ഓൺ ദ തേർഡ് ഡേ, അങ്ങനെ മൂന്നാമത്തെ ദിവസമായി, ഐ ഹേർഡ് വൾച്ചേഴ്സ്. ഞാൻ വൾച്ചേഴ്സിനെ കണ്ടു. ഓക്കെ, ആൻഡ്
when there are vultures, there are usually bodies. അപ്പോ വൾച്ചേഴ്സ് ഉണ്ടെങ്കിൽ അവിടെ സാധാരണഗതിയിൽ ബോഡീസ് ഉണ്ടായിരിക്കും. ബോഡി എന്ന് പറഞ്ഞാൽ ഡെഡ് ബോഡി. അപ്പൊ ഡെഡ് ബോഡി തിന്നാൻ വേണ്ടിയിട്ടാണ് വൾച്ചേഴ്സ് വരുന്നത്. അപ്പൊ എനിക്ക് ഷുവർ ആയിരുന്നു വൾച്ചേഴ്സ് ഉള്ള സ്ഥലത്ത് എന്തായാലും ബോഡീസ് ഉണ്ടായിരിക്കും. I came upon a piece of airplane fuselage and saw twisted cables. അപ്പൊ പിന്നെയും ഞാൻ ആ സ്ഥലം ഇങ്ങനെ നോക്കിയ സമയത്ത് എനിക്ക് കാണാൻ സാധിച്ചത് എയർപ്ലെയിനിന്റെ കുറെ സാധനങ്ങളും കുറെ ഇങ്ങനെ അതിന്റെ അവശിഷ്ടങ്ങളൊക്കെ ഇങ്ങനെ കിടക്കുന്ന എനിക്ക് കാണാൻ സാധിച്ചു. കുറെ ട്വിസ്റ്റ് ചെയ്തിട്ടുള്ള കുറെ കേബിൾസും മറ്റു സാധനങ്ങളും ഒക്കെ. ആൻഡ് എ പ്ലേസ് ടാങ്ക് ഓഫ് ബേൺ ഫ്യൂവൽ. കത്തി തീർന്നിട്ടുള്ള ഒരു ഫ്യൂവലിന്റെ ഒരു ഇന്ധനത്തിന്റെ മണമായിരുന്നു ആ പ്രദേശത്ത് മുഴുവനും കാണാൻ സാധിച്ചിരുന്നത്. ബട്ട് ഐ കുഡ് ഫൈൻഡ് നോ സർവൈവേഴ്സ്. പക്ഷെ എനിക്ക് അവിടെ ആരെയും രക്ഷപ്പെട്ട ഒരാളെയും കാണാൻ സാധിച്ചില്ല. സർവൈവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വരുന്നവര് കേട്ടോ. അങ്ങനെ ഒരാളെ എനിക്ക് കാണാൻ സാധിച്ചില്ല. ഡ്യൂറിംഗ് ദി ആഫ്റ്റർനൂൺ, അങ്ങനെ ഏകദേശം ഉച്ച കഴിഞ്ഞു, ഐ ഹേർഡ് എ നോയ്സ് ഓഫ് എയർക്രാഫ്റ്റ് എൻജിൻസ്. ഞാൻ ഇങ്ങനെ ശബ്ദം കേൾക്കാൻ തുടങ്ങി. അതാ എയർക്രാഫ്റ്റ് എൻജിൻസിന്റെ എന്ന് വെച്ചാൽ എയ്റോപ്ലെയിൻസ് ഒക്കെ വരുന്ന മാതിരിയുള്ള ഒരു എൻജിന്റെ ഒക്കെ ഒരു ശബ്ദം ഇങ്ങനെ കേൾക്കാൻ തുടങ്ങി. I knew it was senseless, but I yelled. എനിക്ക് അറിയായിരുന്നു അതൊരു ബോധമില്ലാത്തൊരു പ്രക്രിയയാണ്, ഞാൻ ചെയ്യുന്നതൊന്നും ശരിയായിട്ടുള്ള കാര്യമല്ല എന്നൊക്കെ എനിക്ക് അറിയായിരുന്നു. ഞാൻ എന്തോ ഭ്രാന്ത് ചെയ്യുന്ന പോലെയാണൊക്കെ എനിക്കറിയാം. ബട്ട് ഐ യെൽഡ്, പക്ഷെ ഞാൻ ഉറക്കെ കരഞ്ഞു. ഹലോ ഹെൽപ്പ്, എന്നെ രക്ഷിക്കൂ എന്ന് ഞാൻ കുറെ നിലവിളിച്ചു. ഓവർ ആൻഡ് ഓവർ അഗെയിൻ ഞാൻ വീണ്ടും രക്ഷിക്കൂ എന്ന് ശബ്ദം ഉയർത്തിക്കൊണ്ടിരുന്നു. They must have been quite near. അവരൊരു പക്ഷേ എന്റെ അടുത്ത് തന്നെ ആയിരിക്കണം. But though I never saw them and of course they didn't spot me. അവരെന്നെ കണ്ടില്ല, ഞാൻ അവരെയും കണ്ടില്ല, അവരെന്നെയും കണ്ടില്ല. പക്ഷെ എഞ്ചിന്റെ ശബ്ദം ഞാൻ കേട്ടു. ഹെൽപ്പ് മീ എന്ന് ഞാൻ ഒരു വേള ഞാൻ രക്ഷപ്പെടാൻ പോവുകയാണെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ അവരെന്നെയും കണ്ടില്ല, എനിക്ക് അവരെയും കാണാൻ സാധിച്ചില്ല. They couldn't spot me. എന്നെ സ്പോട്ട് ചെയ്യാന്ന് വെച്ചാൽ എന്നെ കണ്ടെത്താൻ അവർക്ക് സാധിച്ചില്ല. Then the noise of the planes faded and I was again alone. അങ്ങനെ പതിയെ ആ ഒരു എയ്റോപ്ലെയിനിന്റെ ശബ്ദം ഇങ്ങനെ നേർത്ത് പോയി. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂലേ, ഒരു എയർക്രാഫ്റ്റ് വരികയാണ്, ഞാൻ രക്ഷപ്പെട്ടു എന്നൊരു നിമിഷം നമ്മൾ ആലോചിക്കുന്നു. പക്ഷെ ഉടനെ അടുത്ത നിമിഷം അതങ്ങനെ വിട്ടുപോവാണ്. അതിന്റെ ശബ്ദം ഇങ്ങനെ ഫെയ്ഡ് ചെയ്ത് അതിങ്ങനെ വായുവിൽ അലിഞ്ഞ് ആ ശബ്ദം ഇല്ലാതായി. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരാളുടെ ഒരു ആ ഒരു നിമിഷത്തെ ഒരു നമ്മളൊക്കെ ആണെങ്കിൽ അല്ലേ ഒരു സമയത്ത് നമുക്കൊരു സങ്കടം വന്നിട്ട് നമ്മൾ ആകെ ഡെസ്പായിട്ട് പോകും അല്ലെ. ആൻഡ് I was alone again. ഞാനിപ്പോ ഒറ്റയ്ക്കായി. ആ കാട്ടിൽ ആരുമില്ല. ഒരു നിമിഷം ഞാൻ രക്ഷപ്പെടുമെന്ന് വിചാരിച്ചു, പക്ഷെ ഇപ്പോ ആരുമില്ല. I was again alone. ഞാൻ വീണ്ടും ഒറ്റയ്ക്കായി. But I was not disheartened. പക്ഷെ എനിക്ക് എന്റെ ഹൃദയം എങ്ങനെ വെറുതെ ഇരിക്കാനൊന്നും അനുവദിച്ചില്ല. I could walk. എനിക്ക് നടക്കാൻ സാധിക്കുമായിരുന്നു. ഞാൻ നടന്നു. I wasn't hungry and I could drink from the clear stream. എനിക്ക് വിശപ്പൊന്നും തോന്നിയില്ല. ഞാൻ ഇങ്ങനെ ഇഷ്ടം പോലെ വെള്ളം കുടിച്ചുകൊണ്ടേയിരുന്നു. നല്ല ക്ലിയർ സ്ട്രീമാണ്. അപ്പം ആ അരുവിൽ നിന്നുള്ള വെള്ളം ഞാൻ ആവശ്യത്തിനധികം കുടിച്ചു. On my 4th day, അങ്ങനെ 4ാമത്തെ ദിവസം എത്തി. I finished the sweets. ഞാൻ എന്റെ കയ്യിലുണ്ടായിരുന്ന അവിടുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ കുറെ സ്വീറ്റ്സ്. അപ്പൊ അത് എന്റെ കയ്യിലുണ്ടായിരുന്നു. അത് കേടുവന്നിട്ടുണ്ടായിരുന്നില്ല. അത് കംപ്ലീറ്റ് ചെയ്തു. The only nourishment I had. എന്റെ കയ്യില് എന്റെ ജീവൻ നിലനിർത്താനുള്ള ഏക പോഷകം എന്ന് പറയുന്ന സാധനം ഈ ഒരു സ്വീറ്റ്സ് ആണ്. അത് ഏകദേശം കഴിഞ്ഞു. And I was swollen from the stings of mosquitoes and horse flies. ഹോഴ്സ് ഫ്ലൈസും മോസ്കിറ്റോസും കൊതുകും ഒക്കെ വന്നിട്ട് എന്നെ കുത്തി ഞാൻ ആകെ സ്വള്ളനായി. എന്റെ മേല് മുഴുവനും ഇങ്ങനെ വീങ്ങി വരാൻ തുടങ്ങി. And here and there armies of ants on the march blocked my path and struggling through the tangled undergrowth to avoid them. എന്റെ മുന്നിലൂടെ ഇങ്ങനെ പട്ടാളക്കാരെ പോലെ പോകുന്ന ഉറുമ്പുകൾ എന്റെ വഴി തടസ്സപ്പെടുത്തി. അവരുടെ വഴി ഞാനാണ് തടസ്സപ്പെടുത്തിയെന്ന് അവര് ചിന്തിക്കുന്നുണ്ടായിരിക്കാം അല്ലെ. ആൻഡ് സ്ട്രഗ്ലിംഗ് ത്രൂ ദ tangled undergrowth to avoid them. ഞാൻ അവരെ അവോയ്ഡ് ചെയ്ത് അവരെ വഴി മുടക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ വള്ളികളൊക്കെ ഇങ്ങനെ പറന്നു കിടക്കുന്നതിന് അടിയിൽ കൂടിയൊക്കെ ഇങ്ങനെ പോവാനൊക്കെ തുടങ്ങി. അങ്ങനെ ഞാൻ വളരെ ബുദ്ധിമുട്ടി പോവാണ്. Covered only a miserable few hundred meters an hour. ഒരു മണിക്കൂർ കൊണ്ടൊക്കെ ഏകദേശം 100 മീറ്റർ ഒക്കെ നടന്നാലായി. അത്രേ എനിക്ക് കവർ ചെയ്യാൻ സാധിക്കുമായിരുന്നുള്ളൂ. എന്റെ ഒരു യാത്ര എന്ന് പറയുന്നത് അത്രയും യാതന നിറഞ്ഞിട്ടുള്ളതായിരുന്നു. However, my stream did run into a larger river.
ഞാൻ ഇങ്ങനെ ഒരു അരുവിയെ ഫോളോ ചെയ്താണ് വന്നിരുന്നതെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ആ സ്ട്രീം ഒടുവിൽ ഒരു പുഴയിലേക്ക് ഇറങ്ങുന്നത് എനിക്ക് കാണാൻ സാധിച്ചു. അതങ്ങനെ ഒരു പുഴയിലേക്ക് ഇങ്ങനെ ഒഴുകി എത്തുന്നത് എനിക്ക് കാണാൻ സാധിച്ചു. As I pressed on downstream along its bank, I saw parrots, monkeys and hummingbirds and many varieties of tiny orchids growing on tree trunks. അപ്പോഴാണ് ഞാൻ ചുറ്റും പരിശോധിച്ചത്. As I pressed on downstream along its bank, അതിന്റെ അകത്തേക്ക് എന്ന് വെച്ചാൽ അതിങ്ങനെ ഇറങ്ങുകയാണ്, പുഴയിലേക്ക് ഇങ്ങനെ പോവാണ് അതിന്റെ ആ ഒരു അരുവി അല്ലെ, ആ ഒഴുക്കിലേക്ക് ഞാൻ ഇങ്ങനെ സൈഡിലൂടെ ഇങ്ങനെ ഇറങ്ങി നടക്കാൻ തുടങ്ങി. അങ്ങനെ ഇറങ്ങി നടന്നപ്പോഴെനിക്ക് കാണാൻ സാധിച്ചു പാരറ്റ്സ്, മങ്കീസ്, അതേപോലെ തന്നെ ഓർക്കിഡുകൾ, ഇതൊക്കെ എനിക്ക് കാണാൻ സാധിച്ചു. അപ്പൊ പാരറ്റ്സും മങ്കീസും ഓർക്കിഡും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് മനുഷ്യവാസമുള്ള മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ജീവികളാണവ. അവർക്ക് കൂടുതലായിട്ട് മനുഷ്യനുമായിട്ട് മിങ്കിൾ ചെയ്യാൻ സാധിക്കും. അപ്പം ഞാനിങ്ങനെ മനുഷ്യവാസമുള്ള പ്രദേശങ്ങളിലേക്ക് വരികയാണ് എന്ന് എനിക്ക് മനസ്സിലായി. Amazingly, I wasn't hungry. അത്ഭുതമെന്ന് പറയട്ടെ, എനിക്ക് വിശപ്പൊന്നും തോന്നിയില്ല. I resisted delicious looking fruit because here many things that look beautiful and tempting are poisonous. അവിടെയൊക്കെ എനിക്ക് വിശപ്പൊന്നും തോന്നിയില്ല. അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ അവോയ്ഡ് ചെയ്തു. എന്ന് വെച്ചാൽ നല്ല ഫ്രൂട്ട്സ് ഒക്കെ, നല്ല ഭംഗിയുള്ള നല്ല ചുമന്ന നിറത്തിലൊക്കെയുള്ള ഫ്രൂട്ട്സ് ഒക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. പക്ഷെ ഞാൻ അതിനകത്തേക്കൊന്നും നോക്കിയില്ല. കാരണം എനിക്ക് അറിയാമായിരുന്നു. ഐ റെസിസ്റ്റഡ് എന്ന് പറഞ്ഞാൽ ഞാൻ എതിർത്തു. ഡെലീഷ്യസ് ലുക്കിംഗ് ഫ്രൂട്ട്, നല്ല ഭംഗിയായി, ഡെലീഷ്യസ് ആണെങ്കിൽ നമുക്ക് കൊതിപ്പിക്കുന്ന രീതിയിലുള്ളത്. അപ്പൊ ഭംഗിയായിട്ട് ഒരുങ്ങി നിൽക്കുന്ന കുറെ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഞാനിങ്ങനെ നോക്കുന്നത് അവോയ്ഡ് ചെയ്തു. കാരണം ലുക്ക് ബ്യൂട്ടിഫുൾ, നല്ല ഭംഗിയുള്ളത് എന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങളെല്ലാം തന്നെ, അല്ലെങ്കിൽ അങ്ങനത്തെ പഴങ്ങളൊക്കെ തന്നെയും ടെംപ്റ്റിംഗ് ആർ പോയിസണസ്, നമ്മളെ കൊണ്ട് കഴിപ്പിക്കണമെന്ന് തോന്നുന്ന സംഭവങ്ങളൊക്കെ, ഫ്രൂട്ട്സ് ഒക്കെ പോയിസണസ് ആയിരിക്കും, വിഷമുള്ളവയായിരിക്കും എന്ന് എനിക്കറിയാം. അപ്പൊ നമുക്ക് നല്ല രസമുണ്ടെന്ന് പറഞ്ഞിട്ട് പറിച്ചങ്ങോട്ട് തിന്നാനൊന്നും പറ്റില്ല, അതിനകത്ത് പോയിസൺ ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ അത് മാക്സിമം അവോയ്ഡ് ചെയ്തിട്ടാണ് പോയത്. The jungle is full of traps. നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല. നമ്മൾ കാനന ഭംഗി എന്നൊക്കെ പറയും, പക്ഷെ അങ്ങനെയല്ല. അത് പുറത്തുനിന്ന് നോക്കുമ്പോൾ ഭംഗി ഉണ്ടായിരിക്കും, പക്ഷെ കാടിന്റെ ഉള്ളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഓഫ് ട്രാപ്സ് ആണ്. ട്രാപ്സ് ആണ് ഞാൻ കെണികൾ ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു വലിയൊരു ശൃംഖലയാണ് കാടുകൾ എന്ന് പറയുന്നത്. And it is a battlefield on which road and growth march hand in hand. നിങ്ങൾ ആലോചിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇറ്റ് ഈസ് എ ബാറ്റിൽ ഫീൽഡ്, ഇതൊരു യുദ്ധക്കളമാണ്. ബിറ്റ്വീൻ ആരൊക്കെ തമ്മിലാണ് ആ ബാറ്റിൽ, ആ യുദ്ധം നടക്കുന്നത്? ഓൺ വിച്ച് റോട്ട് ആൻഡ് ഗ്രോത്ത് മാർച്ച് ഹാൻഡ് ഇൻ ഹാൻഡ്. റോട്ട് എന്ന് പറഞ്ഞാല് നശിക്കുന്ന കൂട്ടങ്ങള്, ഗ്രോത്ത് എന്ന് പറഞ്ഞാല് വളരുന്നവ. അപ്പൊ നശിക്കാനുള്ളവയും വളരാനുള്ളവയും എന്ന് വെച്ചാൽ ഒരാൾക്ക് അവിടെ സർവൈവ് ചെയ്യാനും പറ്റും, അതേ സമയത്ത് മറ്റുള്ള ആളുകൾ അല്ലെങ്കിൽ അതിനെ നശിപ്പിക്കാനും നോക്കും. അപ്പൊ ഈസി ആയിട്ട് നമുക്ക് രണ്ടും സാധിക്കുന്ന ഒരു പ്രദേശമാണത്. വേണമെങ്കിൽ നമുക്ക് വളരാം, അല്ലാത്ത സമയത്ത് നമുക്ക് തളരാം. ആ ഒരു അവസ്ഥയിലാണ് കാര്യങ്ങൾ ഈ കാട്ടിലുള്ളത്. ഓക്കെ, ആൻഡ് all the plants compete, steal sunlight from each other, choke each other, and then hungrily cut cadavers of their victims in order to live. All the plants compete. എല്ലാ പ്ലാന്റുകളും, എല്ലാ ചെടികളും, എല്ലാ മരങ്ങളും തമ്മിൽ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ്? സ്റ്റീൽ സൺലൈറ്റ്. എങ്ങനെ? സൺലൈറ്റ് കിട്ടാൻ വേണ്ടി. നമുക്കറിയാം കാട് എന്ന് പറഞ്ഞാൽ ഇടതൂർന്ന് കിടക്കുന്ന വൃക്ഷങ്ങളാണ് അല്ലെ. ചിലതൊക്കെ വളഞ്ഞു പൊളഞ്ഞൊക്കെ പോകുന്നത് എന്തിനാണ്? സൺലൈറ്റ് കിട്ടാൻ വേണ്ടി, അവർക്ക് വളരാൻ വേണ്ടിയിട്ടാണ്. അപ്പം മറ്റുള്ളവയിൽ നിന്നും, മറ്റുള്ളവരുടെ മുകളിൽ കൂടെയൊക്കെ കയറി അങ്ങനെ സൂര്യപ്രകാശം അന്വേഷിച്ച് പോകുന്നവയാണ് സ്റ്റീൽ സൺലൈറ്റ്. സ്റ്റീൽ എന്ന് പറഞ്ഞാൽ മോഷ്ടിക്കാന്നർത്ഥം. മറ്റുള്ളവർക്ക് കിട്ടാതെ തനിക്ക് കിട്ടണം എന്നുള്ളൊരു വാശിയാണ് ജംഗിളിൽ മുഴുവൻ നമുക്ക് കാണാൻ സാധിക്കുന്നത്. From each other, choke each other. എന്നിട്ട് രണ്ടും പരസ്പരം ഭയങ്കര മത്സരമാണ്. ഒരു പ്ലാന്റും അടുത്ത പ്ലാന്റും തമ്മിൽ ഭയങ്കര മത്സരമാണ്. And then hungrily consume the cadavers of their victims in order to live. മറ്റുള്ളവരെ വളരെ പെട്ടെന്ന് ഇരകളാക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? തന്റെ സർവൈവലിന് വേണ്ടിയിട്ട് മാത്രം മറ്റുള്ളവരെ ഇരകളാക്കി ജീവിക്കുന്നവയാണ് കാട്ടിലുള്ള ജന്തുജാലങ്ങൾ മുഴുവനും. അതേപോലെ അവിടെയുള്ള പ്ലാന്റ്സും എല്ലാം മറ്റതിനെ തകർത്തിട്ട് തനിക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും എന്നാലോചിക്കുന്നവയാണ് അവിടുത്തെ ട്രീസ് മുഴുവനും. അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ അത് ഇടുന്ന് പെട്ടുപോകും. The open
bone on my foot was getting worse due to infection by insects. എന്റെ കാലില് ഒരു മുറിവുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ മുറിവ് ഇപ്പൊ പഴുത്താകെ വ്രണം, ആകെ അതിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെ ദുസ്സഹമായിരുന്നു. കാരണം അതിനകത്ത് ഇൻസെക്ട്സുകൾ എന്ന് വെച്ചാൽ കൊതുക് പോലെയൊക്കെയുള്ള പ്രാണികളെല്ലാം കയറിയിരുന്നത് ആകെ വേർഡ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു. And every time the flies stung, they were laying eggs in my wounds. ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുന്നു, കറുപ്പ് തോന്നുന്നല്ലേ, ഇടയ്ക്കിടയ്ക്ക് ഇൻസെക്റ്റുകളൊക്കെ വരുന്നു, എന്നിട്ട് ഫ്ലൈസ് ഒക്കെ വന്നിട്ട് ചെറിയ ചെറിയ പ്രാണികളൊക്കെ വന്നിട്ട് അതിനകത്ത് വന്നിരിക്കുന്നു, അതിനകത്ത് മുട്ടയിടുന്നു, എന്നിട്ട് അത് വൂണ്ട് എന്ന് പറയുന്നത് വളരെ വലുതാവുന്നു. വൂണ്ട് എന്ന് പറഞ്ഞാൽ മുറിവ് വളരെ വലുതാവുന്നു. ആൻഡ് ഔട്ട് ഓഫ് വിച്ച് were hatching maggots. അവരിങ്ങനെ കൂട് ഉണ്ടാക്കുന്ന മാതിരി. എന്റെ ഒരു കാലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് യഥാർത്ഥത്തിൽ അത് അവർക്കൊരു എന്താ പറയാ, അവർക്ക് പെറ്റുവരികാൻ പറ്റിയ ഒരു നല്ലൊരു സ്ഥലമായിട്ട് എന്റെ കാലിലെ മുറിവ് അവര് കണ്ടുപിടിച്ചു. ആൻഡ് ഹെൽപ്ലെസ്ലി ഐ വാച്ച്ഡ് ദം എമേർജ്. ഞാൻ മാക്സിമം അതിനൊക്കെ ഇങ്ങനെ തട്ടി മാറ്റാനൊക്കെ നോക്കി. എനിക്ക് പക്ഷെ നിസ്സഹായാവസ്ഥയായിട്ട് നോക്കിയിരിക്കേണ്ട ഒരു അവസ്ഥ വന്നു. Each one was about a centimeter long. നോക്കിക്കഴിഞ്ഞാൽ ഓരോന്നും 1 സെന്റിമീറ്റർ വലുപ്പമുണ്ട്. എങ്ങനെയാണ് ഞാൻ അതിനെയൊക്കെ തട്ടിക്കളഞ്ഞ് ജീവിക്കുക? They were eating me alive. അവരെന്നെ ജീവനോടെ തിന്നാണ്. God help me, I thought. ഞാൻ ദൈവമേ എന്നെ രക്ഷിക്കൂ എന്നിങ്ങനെ ചിന്തിച്ചു. They will amputate if I ever survive. എൻ്റെ കാലുകൾ തീർച്ചയായിട്ടും മുറിച്ച് കളയേണ്ടി വരും. ഇഫ് ഐ എവർ സർവൈവ്, ഞാൻ അഥവാ രക്ഷപ്പെടുകയാണെങ്കിൽ എൻ്റെ കാല് മുറിച്ച് കളയേണ്ടി വരുമല്ലോ ദൈവമേ എന്ന് ആ കുട്ടി ചിന്തിക്കാൻ തുടങ്ങി. The river that I painstakingly followed was widening. ഞാൻ വളരെ വേദനയോട് കൂടിയിട്ട് വളരെ പ്രതീക്ഷ നിർഭരമായിട്ട് ഞാനിങ്ങനെ ഫോളോ ചെയ്തു വരുന്ന ആ റിവർ ഉണ്ടല്ലോ, അതിങ്ങനെ വൈഡനിങ് എന്ന് പറഞ്ഞാല് മുന്നിൽ കാണുമ്പോൾ അതിങ്ങനെ വലുതായി വരാൻ തുടങ്ങി. ചെറിയൊരു ഒഴുക്കായിരുന്നു, അത് പിന്നീട് വലുതായി ഇങ്ങനെ വരാൻ തുടങ്ങി. അപ്പൊ ഞാനിങ്ങനെ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ട് ഇങ്ങനെ നോക്കാനാ. Whenever I could get a good view ahead, ഞാൻ മുന്നിലേക്ക് നോക്കുമ്പോ എനിക്ക് വലിയ കാടോ മലയോ അല്ലെങ്കിൽ അതിനകത്ത് വലിയ കമ്പോ ചുള്ളിയോ ഒന്നും കണ്ടില്ലെങ്കിൽ ഞാൻ ഇറങ്ങി ഒന്ന് നീന്തി അങ്ങനെ പോകും. അപ്പോഴോ ഐ റിസ്ക്ഡ് സ്വിമ്മിങ് എന്ന് പറഞ്ഞാൽ ഞാൻ നീന്തി അങ്ങ് പോവാം എന്നൊക്കെ വിചാരിച്ചു. കാരണം അത്രയെങ്കിലും നീന്തി എത്തുമല്ലോ. And it was faster because the current carried me. It was faster എന്ന് പറഞ്ഞാൽ വളരെ വേഗത്തിലുള്ളതായിരുന്നു. കാരണം കറണ്ട് എന്ന് പറഞ്ഞാല് ആ ഒരു വെള്ളത്തിന്റെ ആ ഒരു ഒഴുക്ക് എന്നെ carried me, എന്നെ വഹിച്ചു കൊണ്ടുപോയി. കാരണം എനിക്ക് അത്ര നീന്തേണ്ടി വന്നില്ല, വെള്ളത്തിന് നല്ല ഒഴുക്കുണ്ടായിരുന്നു. ഞാൻ അതിനകത്ത് ഇങ്ങനെ ക്യാരി ചെയ്ത് പോവാൻ തുടങ്ങി. Walking had become progressively harder. നടക്കുക എന്നുള്ളത് വളരെ പതുക്കെ പ്രോഗ്രസീവ്ലി എന്ന് പറഞ്ഞാല് പുരോഗമിക്കാൻ നടത്തുന്ന വെച്ചാൽ നടത്തത്തിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വാസ് ഹാർഡർ. അതിങ്ങനെ ദിവസം വരുന്തോറും അല്ലെങ്കിൽ ഓരോ നിമിഷവും അതിങ്ങനെ ഹാർഡർ, വളരെ കഠിനമായിക്കൊണ്ടിരിക്കാൻ തുടങ്ങി. ദി ലാക്ക് ഓഫ് ഫുഡ്, ഭക്ഷണം കിട്ടാത്ത ആ ഒരു അവസ്ഥ. ആൻഡ് ദി ഹ്യൂമിഡ് 45 degrees ഹീറ്റ്, 45 ഡിഗ്രിയോളം വരുന്ന ഒരു താപനില എന്ന് പറയുന്നത് എന്നെ എന്ത് ചെയ്യാൻ തുടങ്ങിയെന്നറിയോ? മേഡ് മീ വീക്കർ, എന്നെ വളരെയധികം ദുർബലയാക്കാൻ തുടങ്ങി. ഇത്ര ദിവസമായി ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല. ആ സ്വീറ്റ്സ് കഴിഞ്ഞു, കിട്ടുന്ന വെള്ളം മാത്രമാണ് ഭക്ഷണം, അത് മാത്രമാണ് ജീവനായിട്ട് കിടക്കുന്നത്. ബാക്കി ഈ ഒരു ചൂടും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. And the river was now so sweet that I could no longer swim in it. പിന്നീട് നോക്കുമ്പോ റിവർ എന്ന് പറയുന്നത് പുഴ വളരെ സ്പീഡിൽ ഒഴുകുകയാണ്, ഭയങ്കര സ്പീഡിൽ ഒഴുകുകയാണ്. എനിക്ക് അതിനകത്തേക്ക് വീണ് കഴിഞ്ഞാല് എനിക്ക് തിരിച്ചുവരവ് ഉണ്ടാവില്ലാത്ത വിധത്തിലുള്ളൊരു വെള്ളത്തിന്റെ ഒഴുക്കാണ് കാണാൻ സാധിക്കുന്നത്. എനിക്ക് നീന്താൻ സാധിക്കില്ല. ആൻഡ് ലേറ്റ് വൺ ആഫ്റ്റർനൂൺ, അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം ആയപ്പോ ഐ വാസ് ലുക്കിംഗ് ഫോർ എ സ്പോട്ട് ടു ലൈ ഡൗൺ ഫോർ ദ നൈറ്റ്. ഞാനിങ്ങനെ ഒരു സ്ഥലം തപ്പി നടക്കുകയായിരുന്നു. എനിക്ക് ഈ ഒരു രാത്രി എങ്ങനെയെങ്കിലും ഒന്ന് കഴിച്ചു കൂട്ടാൻ എവിടെയെങ്കിലും ഒരു സ്ഥലം ഉണ്ടോ എന്ന് തപ്പി ഞാൻ നടന്നു. ഇറ്റ് വാസ് എ 10th day, 10ാമത്തെ ദിവസമാണ്. ആസ് ഐ ലേറ്റർ റീകൺസ്ട്രക്റ്റഡ് ഇറ്റ്, ഞാന് പിന്നീട് അത് സ്വയം തന്നെ ഉണ്ടാക്കാൻ തുടങ്ങി, എനിക്കൊരു കിടക്കാനുള്ള ഒരു സ്ഥലം. ആൻഡ് സഡൻലി ഐ സോ എ ബോട്ട് മൂവ്ഡ് ഓൺ ദ റിവർ ബാങ്ക്. പെട്ടെന്ന് നോക്കിയപ്പോ ഒരു ബോട്ട് എനിക്ക് ആ റിവർ ബാങ്കില് ആ ഒരു പുഴക്കരയിൽ ഒരു ബോട്ട് ഇങ്ങനെ അടുത്തേക്ക് വരുന്നത് എനിക്ക് തോന്നി. ആൻഡ്
Suddenly I saw a boat move on the river bank and there was a path leading to a small hut. അതിനകത്തേക്ക് നോക്കിയപ്പോ അവിടെ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോഴുണ്ട് ഒരു ചെറിയൊരു കുടിലിലേക്ക് ആ വഴി ഇങ്ങനെ പോകുന്നതായിട്ട് എനിക്ക് തോന്നി. അപ്പൊ ചെറിയൊരു കുടിലിലേക്കുള്ളൊരു വഴിയാണത്. I entered and saw on the floor a small outboard motor carefully wrapped in plastic and a can of petrol. അപ്പം I entered, ഞാൻ ആ കുടിലിനുള്ളിലേക്ക് കയറി. And saw on the floor a small outboard മോട്ടോർ. അപ്പൊ നോക്കിയപ്പോഴെന്താണ്, അപ്പം ബോട്ടിന്റെ മുകളിൽ ഇങ്ങനെ വെക്കുന്ന മോട്ടോറുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ ഒരു മോട്ടോർ അവിടെ ഇരിക്കുന്നത് എനിക്ക് കാണാൻ സാധിച്ചു. ആൻഡ് റാപ്ഡ് ഇൻ പ്ലാസ്റ്റിക്, അതൊരു പ്ലാസ്റ്റിക് ബാഗിൽ ഇങ്ങനെ റാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് എ ക്യാൻ ഓഫ് പെട്രോൾ, മാത്രമല്ല അതിന്റെ ഒരു സൈഡിൽ ഒരു ക്യാൻ നിറച്ചിട്ടും ഒരു കന്നാസ് നിറച്ചിട്ട് പെട്രോളും കാണാൻ പറ്റുന്നുണ്ട്. ക്ലിയർലി someone would be coming back. But when? അപ്പൊ എനിക്ക് ഉറപ്പായി ആരെങ്കിലും ഒരാള് തിരിച്ചിവിടെ വരും, ഉറപ്പാണ്. കാരണം പെട്രോൾ നിറച്ചിരിപ്പുണ്ട്, അപ്പൊ മോട്ടോർ ഉണ്ട്, എന്തായാലും ആരെങ്കിലും വരും. പക്ഷെ എപ്പോ വരാനാണ്, ആരെങ്കിലും വരും എന്നുള്ള കാര്യത്തിൽ ഉറപ്പായി. ആൾതാമസമുള്ളൊരു സ്ഥലമാണിത്. I lay down on the floor and slept badly. ഞാൻ ആ ഒരു തറയിൽ കിടന്ന് അവിടെ ഇങ്ങനെ ഉറങ്ങുന്നില്ല, പക്ഷെ ക്ഷീണം കൊണ്ട് എഴുന്നേക്കാനും വയ്യാത്ത രീതിയിൽ അങ്ങനെ കിടന്നു. Because I kept listening for human voices. എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, മാത്രല്ല എന്റെ ചിന്ത മുഴുവനും എന്താ, ആരെങ്കിലും വരുന്നുണ്ട്, ഒരു മനുഷ്യന്റെ ശബ്ദം കേട്ടിരുന്നെങ്കിൽ അതിനുള്ള ഒരു ഉൾവിളിയിൽ ആ ഒരു കാത്തിരിപ്പിലാണ് ഞാനിങ്ങനെ കിടക്കുന്നത്. But I heard only the screaming of monkeys. പക്ഷെ എനിക്ക് ഈ കുരങ്ങന്മാരുടെ ഒരു സ്ക്രീമിങ്, അവരുടെ അലർച്ചയും മാത്രമേ കേൾക്കാൻ സാധിച്ചുള്ളൂ. And the screeching of parakeets, പാരക്കീറ്റ്സിന്റെ അലർച്ചയും അതുപോലുള്ള അവരുടെ ഒച്ചയൊക്കെയാണ് എനിക്ക് കേൾക്കാൻ സാധിച്ചിട്ടുള്ളൂ. At other times, മറ്റു സമയങ്ങളിൽ ഞാനിങ്ങനെ നോക്കുമ്പോ സംതിങ് സീം ടു ബി മൂവിങ് ഔട്ട്സൈഡ് ഡേഞ്ചറസ്ലി നിയർ. എന്തോ ഒന്ന് അടുത്തേക്ക് വരുന്നത് പോലെ, ആ പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്തോ ഭീമാകാരമായിട്ടുള്ള എന്തോ ഒരു സാധനം അടുത്തേക്ക് വരുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. രാത്രിയിൽ നിങ്ങൾ കുഞ്ഞിതായിരിക്കുന്ന സമയത്തൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും കാണാൻ സാധിക്കും അല്ലെ. ഞാനൊക്കെ പുറത്തേക്ക് നോക്കുമ്പോ വാഴയിലൊക്കെ ആയിരിക്കും ശരിക്കും, പക്ഷെ അതെന്തോ ഒരു ഭീമാകാരമായിട്ട് കാറ്റിട്ട് ഇങ്ങനെ ആടി ജനലിനടുത്തേക്ക് വരുന്നതൊക്കെ ആയിട്ട് രാത്രി നമ്മൾ പേടിക്കാറൊക്കെ ഉണ്ട് അല്ലെ. പുറത്തേക്ക് ഇങ്ങനെ നോക്കും, കുറച്ചു നേരം ഒന്ന് പുറത്തേക്ക് ഇരിക്കാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാല്, അല്ലെങ്കിൽ ഒന്ന് പോയിട്ട് പുറത്തു പോയി നിന്നിട്ട് ഒരു രാത്രി ഇരുട്ടില്ലെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എപ്പോഴും പേടിയാണ് അല്ലെ. അപ്പൊ അതേപോലെയുള്ള അവസ്ഥയാണ് രാത്രിയിൽ ആ കുട്ടി ഒറ്റയ്ക്ക് ആ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഓക്കെ, ആൻഡ് the next morning, അങ്ങനെ 11ാമത്തെ ദിവസം, I wanted to push on. എനിക്ക് വീണ്ടും നടക്കണമായിരുന്നു. It might be days, even weeks before the people came for their boat. ഒരു പക്ഷേ ആഴ്ചകളിലെടുത്തേക്കാം, മാസങ്ങളെടുത്തേക്കാം ഈ ആളുകള് ഈ ബോട്ട് തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ. അറിയില്ലല്ലോ അവരെവിടെ പോയതാണ്, എന്തിനു പോയതാണെന്നും അറിയില്ല. അവര് വരണമെങ്കിൽ ചിലപ്പോൾ മാസങ്ങളും ദിവസങ്ങളും ഒക്കെ എടുത്തേക്കാം. ആൻഡ് but I didn't want to take a boat which belonged to someone else. പക്ഷെ എനിക്ക് ആ ബോട്ട് എടുത്ത് പോകണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ ആരുടെയോ ബോട്ടാണ്, ആരോ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആരുടെ ആവശ്യത്തിന് വേണ്ടി വെച്ച ബോട്ടാണ്. അപ്പൊ അത് എനിക്ക് എടുത്തിട്ട് ഞാൻ പോകണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല. ഓക്കെ, മറ്റുള്ളവരുടെ സാധനമൊന്നും എനിക്ക് എടുക്കണമെന്നില്ല. However, the rain was pouring down again. വീണ്ടും മഴ പെയ്യാൻ തുടങ്ങി. So I stayed in the hut. അപ്പൊ ഞാൻ ആ കുടിലിൽ തന്നെ ഇരുന്നു. Then I heard voices. പെട്ടെന്ന് ഞാൻ ശബ്ദങ്ങൾ കേട്ടു. And 3 men plunged in from the downpour. താഴെ നിന്ന് ഇങ്ങനെ 3 ആളുകൾ ഇങ്ങനെ കയറി വരുന്നത് എനിക്ക് കേൾക്കാൻ, അവരുടെ കാലടികൾ എനിക്ക് കേൾക്കാൻ സാധിക്കുമായിരുന്നു. Well, one of them exclaimed in Spanish, "What have we here?" ആരോ സ്പാനിഷില് എക്സ്ക്ലെയിംഡ് എന്ന് പറഞ്ഞാൽ അത്ഭുതത്തോടു കൂടി പറയുന്നത് കേൾക്കാനായി. What have we here? നമുക്കായി ഇവിടെ എന്തോ ഒന്നുണ്ടല്ലോ, എന്താണിത്? ആരായിരുന്നു ആ ആളുകളെന്നറിയാൻ കൂട്ടുകാർക്ക് താല്പര്യമില്ലേ? അപ്പൊ നമുക്ക് നോക്കാം. The men were mestizo. ആ ആളുകള് മെസ്റ്റിസോ ആയിരുന്നു. മെസ്റ്റിസോ എന്ന് പറഞ്ഞാൽ ഹാഫ് വൈറ്റ് ആൻഡ് ഹാഫ് ഇന്ത്യൻ. വേഷവിധാനത്തിലെ യൂറോപ്യൻസിന്റെ പോലെയും എന്നാൽ കണ്ടാൽ ഇന്ത്യക്കാരാണെന്ന് തോന്നുന്ന തരത്തിലുള്ള ആളുകളെയാണ് മെസ്റ്റിസോസ് എന്ന് പറയുന്നത്. So they were mestizos ആയിട്ടുള്ള ഹണ്ടേഴ്സ് ആയിരുന്നു, വേട്ടക്കാരായിരുന്നു അവർ. They told me that they kept several huts in the jungle for their expeditions. അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട്, അവരുടെ ഹണ്ടിങ്ങിന് വേണ്ടിയിട്ട്, അവരുടെ വേട്ടയാടലിന് വേണ്ടിയിട്ട് അവർ കാട്ടിലും പല സ്ഥലങ്ങളിലും ഇങ്ങനെ കുടിലുകൾ കെട്ടാറുണ്ടെന്ന് അവരെന്നോട് പറഞ്ഞു. They knew about the crash. അവർക്ക് ആ
ഒരു അപകടത്തെ പറ്റി അറിയാമായിരുന്നു. അപ്പൊ അവിടെ പ്ലെയിൻ ക്രാഷ് ഉണ്ടായിട്ടുണ്ട്, ഈ കാട്ടിലാണ് ഉണ്ടായത് എന്ന് അവർക്ക് അറിയാമായിരുന്നു. ആൻഡ് വൺ ഓഫ് ദം, അതിൽ ഒരാളാണെങ്കിലോ had actually been in such plane which flew over the jungle after the accident. ആക്സിഡന്റിന് ശേഷം ആ പ്ലെയിൻ എവിടെയാണ് വീണത്, അതിന്റെ അവശിഷ്ടങ്ങൾ എവിടെയാണെന്നൊക്കെ തിരയുന്ന ഒരാളും ഈ കൂട്ടത്തിലുണ്ടായിരുന്നു, ഹണ്ടേഴ്സിന്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. We could see nothing. അവര് പറഞ്ഞു, ഞങ്ങൾക്കൊന്നും കാണാൻ കഴിഞ്ഞില്ല മോളെ, ഒരു കാര്യം ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. He said, no people, no wreckage. എവിടെയാണ് അവശിഷ്ടങ്ങൾ എന്നോ ആളുകളെന്നോ ഞങ്ങൾക്ക് ഇതുവരെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. They washed me with salt water. അവര് എന്നെ ഉപ്പുവെള്ളം കൊണ്ട് കുളിപ്പിച്ചു. അവരെന്റെ മേലുണ്ടായിരുന്ന അണുക്കളൊക്കെ പോകാൻ വേണ്ടിട്ട് ഉപ്പുവെള്ളം കൊണ്ട് കുളിപ്പിച്ചു. And put salve on my wounds. എന്റെ മുറിവുകളിൽ മരുന്നൊക്കെ പുരട്ടി തന്നു. And they made fruit mash for me. അവര് ഫ്രൂട്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഫ്രൂട്ടിന്റെ ഒരു ജ്യൂസ് പോലെ ഒരു സാധനമൊക്കെ എനിക്ക് ഉണ്ടാക്കി തന്നു. But I was unable to eat. പക്ഷെ എനിക്ക് അതൊന്നും കഴിക്കാൻ സാധിക്കുമായിരുന്നില്ല. എനിക്ക് 10-11 ദിവസം നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുകയാണ്. അതുവരെ അപ്പൊ എനിക്ക് നമ്മുടെ തൊണ്ടയൊക്കെ ആകെ പൊട്ടി നിൽക്കുന്നുണ്ടായിരിക്കും. അപ്പൊ പെട്ടെന്നൊരു ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു പ്രശ്നമാണ്. ഓക്കെ, unable to eat. എനിക്ക് കഴിക്കാൻ സാധിക്കുന്നില്ല. Early next morning, അങ്ങനെ പിറ്റേ ദിവസം രാവിലെ they got their boat ready and took me down river. അവരുടെ ബോട്ട് റെഡിയാക്കി എന്നെ അതിനകത്തേക്ക് കടത്തി. എന്നിട്ട് ഞങ്ങൾ റിവറിലൂടെ ഇങ്ങനെ കടന്നു പോന്നു. My river, it was the Sheboya, became wider, swifter and more dangerous. My river, എന്റെ പുഴയുണ്ടല്ലോ, it was the Sheboya. ഷെബോയ എന്നാണ് ആ റിവറിന്റെ പേര്. became wider, അതിപ്പോ കൂടുതൽ വിസ്തൃതമായിരിക്കുന്നു. and swifter, വളരെ വേഗത്തില് ഒഴുകുന്ന ഒരു പുഴയാണ് ഇപ്പോഴത്. and more dangerous, മാത്രല്ല more and more dangerous, കൂടുതൽ അപകടകാരിയുമായിട്ടുണ്ട്. I looked at the shore where I would have had to walk and saw that it became more and more impassable. അപ്പം I looked at the shore. ഞാൻ ഇങ്ങനെ ആ പുഴയിൽ ഇങ്ങനെ ഞങ്ങൾ ബോട്ടിൽ പോകുമ്പോ ഞാൻ നടന്നു തീർത്ത വഴികളൊക്കെ ഞാൻ ഇങ്ങനെ നോക്കാൻ തുടങ്ങി. നോക്കുമ്പോ എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല, ആ വഴികളിലൂടെ ഒക്കെ ഞാൻ വന്നോ, ഞാൻ എങ്ങനെ അതിലൂടെയൊക്കെ നടന്നെത്തി എന്ന് ഞാൻ ഇങ്ങനെ അത്ഭുതപ്പെട്ടു. കാരണം അത്രയും കാട് മൂടി കിടക്കുന്ന പ്രദേശമാണ് അല്ലെ. എന്നിട്ടോ I looked at the shore where I would have to walk and saw that it became more and more impassable. ഇപ്പോഴാണെങ്കിൽ എനിക്ക് അതിനകത്ത് കൂടെ കടന്നു പോകുന്നതിനെ പറ്റി ആലോചിക്കാൻ പോലും കഴിയുന്നില്ല. It took us hours to get to the jungle settlement of Tuna Vista. ടൂണ വിസ്റ്റ എന്ന് പറയുന്ന കാടിനുള്ളിലെ ഒരു സെറ്റിൽമെന്റ് ഉണ്ട്. ആളുകൾ എല്ലാവരും കൂടി തിങ്ങി താമസിക്കുന്ന ഒരു സെറ്റിൽമെന്റ് അവരോട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഹണ്ടേഴ്സും ഒക്കെ ഉള്ള ആളുകളൊക്കെ വരുന്നത്. ടൂണ വിസ്റ്റ എന്നാണ് അതിന്റെ പേര്. അവിടേക്ക് ഞങ്ങൾ എത്തിയപ്പോഴത്തേനും കുറെ മണിക്കൂറുകൾ എടുത്തു. അങ്ങനെ ആ റിവർ കടന്നു പോവാന്ന് പറയുന്നത് അത്ര സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമായിരുന്നില്ല. People came running and shouting to stare at me. എല്ലാവരും വന്നു, ആളുകൾ ജനങ്ങൾ മുഴുവൻ തിങ്ങിക്കൂടി. എന്നിട്ട് എന്നെ ഇങ്ങനെ നോക്കാണ്, ഇങ്ങനെ സ്റ്റേഴ്സ്. ഞാൻ തുറച്ചു നോക്കാൻ തുടങ്ങി ഇതാരാണ് എന്നുള്ള രീതിയിൽ. One of my rescuers explained why. അപ്പം എന്നെ രക്ഷപ്പെടുത്തിയിട്ടുള്ള ഒരാള് ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തു. My eyes were so bloodshot, they looked entirely red and my face was disfigured and swollen out of shape from the insect bites. എന്റെ കണ്ണുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ചുമന്നാകെ, ഇപ്പൊ ഞാൻ ആ പഴയ ആളെ അല്ല, ഞാൻ പഴയ ജൂലിയനാണെന്ന് വെച്ചാൽ ആർക്കും ഇപ്പൊ തിരിച്ചറിയാൻ പറ്റില്ല. അത്രയും സൊള്ളൻ എന്ന് പറഞ്ഞാല് ഫ്ലൈസ് ഒക്കെ വന്ന് കൊത്തി ഇവിടെയൊക്കെ മുറിവാക്കിയിട്ട് കുത്തിയൊക്കെ ആകെ സൊള്ളൻ എന്ന് പറഞ്ഞാൽ വീർത്ത് കിടക്കുന്ന ഒരു മുഖമായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. ആൻഡ് മൈ ആർംസ് ആൻഡ് ലെഗ്സ് were pocked with warm lesions. എന്റെ കയ്യിൽ നിന്നും കാലിൽ നിന്നും ഒക്കെ ഇങ്ങനെ എന്താ പറയാ പുഴുക്കളൊക്കെ ഇങ്ങനെ എന്താ പറയാ പുഴുവരിച്ച മാതിരിയാണ്. I look like a living nightmare. എന്നെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ഒരു നൈറ്റ്മെയർ, രാത്രി കാണുന്ന ഒരു പെടിസ്വപ്നം പോലെയാണ് എന്നെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ളത്. Because Tuna Vista was an agricultural colony. Tuna Vista എന്ന് പറയുന്നത് ഒരു അഗ്രികൾച്ചറൽ കോളനി ആയിരുന്നു. എന്ന് വെച്ചാൽ കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്ന ആളുകളൊക്കെ താമസിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. And it had a small dispensary where I was washed my wounds treated. അവിടെ ഒരു ചെറിയ ഡിസ്പെൻസറി ഉണ്ടായിരുന്നു, ചെറിയൊരു ആശുപത്രി ഉണ്ടായിരുന്നു. അവിടെ ഞാൻ ചെന്നു. അവിടെ എന്നെ കൊണ്ടുപോയി എന്റെ കൈയിലും കാലിലും ഒക്കെയുള്ള മുറിവ് എല്ലാവരും ഉണക്കി എല്ലാം റെഡിയാക്കി തന്നു. എന്നിട്ടോ they used this special medicine to clean out all the
ദ വോംസ്. എന്റെ കാലിലും കയ്യിലൊക്കെ ഉണ്ടായിരുന്ന എല്ലാ ജീവികളൊക്കെ ഉണ്ടല്ലോ, ഈ പുഴുക്കളൊക്കെ അടിച്ചു കിടക്കുന്ന അതെല്ലാം ക്ലീൻ ചെയ്യാൻ അവരൊരു സ്പെഷ്യൽ മെഡിസിൻ ഉപയോഗിച്ചു. കാട്ടിലൊക്കെയുള്ള മെഡിസിൻസ് അവർക്ക് അറിയാം. ഇഞ്ചക്ഷൻ ടു കൗണ്ടറാക്ട് ഇൻഫ്ലമേഷൻ. പിന്നെ രക്തം നിൽക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു മരുന്നും കാര്യങ്ങളും ഒക്കെ അവർ തന്നു, ഇഞ്ചക്ഷൻ ഒക്കെ തന്നു. ആൻഡ് 11.5 days after our crash, I again boarded a plane, a small twin-engined machine that took me to the US mission base of the Summer Institute of Linguistics near Pucallpa, where an American doctor looked after me. അങ്ങനെ 11.5 days after our crash, ഞങ്ങളുടെ അപകടം സംഭവിച്ചതിന് ശേഷം 11.5 ദിവസമായിരിക്കുന്നു. അത്രയും ദിവസങ്ങൾക്ക് ശേഷം I again boarded a plane. ഞാൻ വീണ്ടും ഒരു പ്ലെയിനിൽ കയറേണ്ടി വന്നു. A small twin engined machine, ഒരു ഇരട്ട എഞ്ചിനുള്ള ഒരു ചെറിയൊരു പ്ലെയിൻ ആയിരുന്നു അത്. And that took me to the US mission base of the Summer Institute of Linguistics near Pucallpa. പുക്കാൽപ്പയിലെ സമ്മർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലിംഗ്വിസ്റ്റിക്സിന്റെ അടുത്തുള്ള US മിഷൻ ബേസിലേക്ക് എന്നെ അത് കൊണ്ടെത്തിച്ചു. അമേരിക്കയുടെ US മിഷൻ ബേസ് ആണത്. വേറെ അമേരിക്കൻ ഡോക്ടർ ലുക്ഡ് ആഫ്റ്റർ മീ. അവിടെ ഒരു അമേരിക്കൻ ഡോക്ടർ എന്നെ കാത്തിരിപ്പുണ്ടായിരുന്നു. എന്നെ അദ്ദേഹം പരിചരിച്ചു. വിത്ത് ദി ഹെൽപ്പ് ഓഫ് മൈ ഡിറക്ഷൻസ് സെർച്ച് പ്ലെയിൻസ് ഫോർ ദ wreckage. അങ്ങനെ എന്റെ ഒരു ഡിറക്ഷൻസിൽ ഞാൻ പറഞ്ഞു കൊടുത്തു, ഇന്ന സ്ഥലത്താണ് പ്ലെയിൻ വന്ന് വീണത്, ഇവിടെ നിന്നാണ് ഞാൻ രക്ഷപ്പെട്ടത് എന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അവര് ആ ഒരു പ്രദേശം പോയി സഞ്ചരിക്കുകയും അവിടെ പോയിട്ട് കണ്ടുപിടിക്കുകയും ചെയ്തു. ആൻഡ് ഡാഡി arrived to stay by my side. അങ്ങനെ ഡാഡി എന്റെ അടുത്തേക്ക് വന്നു, എന്റെ അടുത്ത് വന്ന് നിന്നു. അമ്മ മരിച്ചു എന്നുള്ള കാര്യം വേദനയോട് കൂടിയിട്ട് അച്ഛൻ എന്നോട് പറഞ്ഞു. ഇവിടെയാണ് കഥ അവസാനിക്കുന്നത്. പിന്നീട് ഇവരുടെ ഒരു തിരച്ചിലിനൊടുവില് ഈ ഒരു പ്ലെയിൻ കണ്ടെത്തുകയാണ് ഉണ്ടായത്. പ്ലെയിനും അതുപോലെ തന്നെ അതിന്റെ അവശിഷ്ടങ്ങളും മറ്റു ബോഡീസും എല്ലാം റിക്കവർ ചെയ്യുകയും അങ്ങനെ ആളുകൾ മരണപ്പെട്ടു. അതിലൊന്നുമുള്ളൊരു രക്ഷപ്പെടൽ ഒരാൾക്ക് മാത്രമേ സാധിച്ചുള്ളൂ, അതാണ് ജൂലിയൻ കോപ്കി. അങ്ങനെ അവര് ലോകത്തിലെ തന്നെ ഒരു അത്ഭുതമായിട്ടുള്ള ഒരു സർവൈവർ ആയിട്ട് ഇന്നും നിലനിൽക്കുന്നു. ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ പോലും നമ്മളുടെ മനസ്സിന്റെ ധൈര്യം ചോർന്നു പോകരുത് എന്ന് ജൂലിയൻ കോപ്കയുടെ ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നു, അല്ലെ? നമ്മളൊക്കെ ആയിരുന്നു ഈ ജൂലിയാന്റെ അവസ്ഥയിലെങ്കിൽ നമ്മൾ എങ്ങനെ രക്ഷപ്പെടുമായിരുന്നോ എന്നൊന്ന് കൂട്ടുകാർ ആലോചിക്കണം. മാത്രമല്ല, കാടിനെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ളൊരു ധാരണ കുട്ടിക്ക് ഉണ്ടായിരുന്നു, അല്ലെ? ജൂലിയാൻ ഉണ്ടായിരുന്നു. ഇതുപോലെ നമ്മളുടെ ചുറ്റുപാടുകളെ പറ്റിയിട്ട്, നേച്ചറിനെ പറ്റിയിട്ട് ഒക്കെയുള്ളൊരു അവബോധം കൂട്ടുകാർക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും ഈ ഒരു കഥ വായിച്ചതോടുകൂടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ അടുത്ത സ്റ്റോറിയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വരാം. ഇതിന്റെ ആക്ടിവിറ്റീസ് നമുക്ക് നെക്സ്റ്റ്